നമസ്കാരം. ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കാണ്. എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കാണ്. കുറച്ച് വലിയ ടോപ്പിക്ക് തന്നെയാണ്. ഓരോ ടൈപ്പിനും ഓരോ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ പഠിക്കാറില്ല. ആവശ്യമുള്ള ഇക്വേഷൻസ് മാത്രം പഠിക്കുന്നു. ബാക്കി നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ള മാത്രം പഠിച്ചിട്ട് ബാക്കി അതിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം നോക്കാം. എന്താണ് ലാഭവും നഷ്ടം? അറിയാലോ, നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു. ഒരു സാധനം എത്രയോ രൂപയ്ക്ക് വാങ്ങിയിട്ട് അത് നമ്മൾ മറച്ചു വെക്കുന്നു. ആ മറച്ചു വെക്കുന്ന വില വാങ്ങിയ വിലയെക്കാട്ടും കൂടുതലാണെങ്കിൽ ലാഭവും, കുറവാണെങ്കിൽ എന്തുവാണ്? നഷ്ടമാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് പോലെയാണ്. ഇപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുന്നു, അത് 12 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ? തീർച്ചയായും ലാഭമാണ്. എത്ര രൂപയാണ് ലാഭം? 2 രൂപയാണ് ലാഭം. അതുപോലെ 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയതിന് ശേഷം 8 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അവിടെ ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ്. എത്ര രൂപ നഷ്ടമാണ്? 2 രൂപ നഷ്ടമാണ്. അത് തന്നെയാണ് ഈ ചാപ്റ്റർ ലോജിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ 2 വാക്കുകൾ പറഞ്ഞു: വാങ്ങിയ വിലയും വിറ്റ വിലയും. വാങ്ങിയ വില, വിറ്റ വിലയും. എന്താണ് വാങ്ങിയ വില? ഒരു വസ്തു നമ്മൾ വാങ്ങുന്ന വിലയെ വിളിക്കുന്ന പേര് വാങ്ങിയ വില. ഇംഗ്ലീഷിലെ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കും. എന്ന് വിളിക്കും കോസ്റ്റ് പ്രൈസ്. നമുക്ക് മലയാളമാണ് വേണ്ടത്, എന്നാൽ ആ വാക്ക് പറയുന്നതിൽ കോസ്റ്റ് പ്രൈസ്. വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ്. നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായ തുകയാണ്. അപ്പോൾ നമ്മൾ ഈ വാങ്ങിയ സാധനം നമ്മൾ മറിച്ച് വിൽക്കുവാണ് അല്ലെങ്കിൽ വിൽക്കുവാണ്. ഒരു സാധനം വിൽക്കുന്ന വിലയെ വിളിക്കുന്ന പേര് വിറ്റ വില. വിറ്റ വില അതിൻ്റെ ഇംഗ്ലീഷിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ പറഞ്ഞത് 2 വാക്കുകളെ കുറിച്ചിട്ടാണ്: വാങ്ങിയ വിലയും വിറ്റ വിലയും. വാങ്ങുന്ന വില, വാങ്ങുന്ന വില; വിൽക്കുന്ന വില, വിൽക്കുന്ന വില. അല്ല, വേറെ ഡെഫിനിഷൻ ഒന്നും അതിലില്ല. നമുക്ക് അതിന് ചെറിയ ഇക്വേഷനായിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് വാങ്ങിയ വിലയും വിറ്റ വിലയും? ആ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ലാഭവും നഷ്ടവും കണക്കാക്കുന്നത്. എന്താണ് ലാഭം? ഞാൻ പറഞ്ഞാണ് ലാഭം. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ പ്രോഫിറ്റ് എന്ന് പറയും. ലാഭം. ഒരു സാധനം എപ്പോൾ ലാഭത്തിൽ വിറ്റു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുന്നു, ഒരു സാധനം വാങ്ങിയിട്ട് കൂടിയ വിലയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ അതെന്താണ്? ലാഭമാണ്. ആണല്ലോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ലാഭം കണക്കാക്കും? നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് 12 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ 10 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാങ്ങിയ വിലയും 12 രൂപ നമ്മുടെ വിറ്റ വിലയുമാണ്. എങ്ങനെ നമ്മളുടെ ലാഭം കണക്കാക്കി? വിറ്റ വിലയിൽ നിന്ന് ആരെ കുറച്ചു? വാങ്ങിയ വിലയെ കുറച്ചു. അത് തന്നെയാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ലാഭം എങ്ങനെ കണക്കാക്കും? ലാഭത്തിന്റെ ഇക്വേഷൻ, പ്രോഫിറ്റിന്റെ ഇക്വേഷൻ വിറ്റ വില മൈനസ് വാങ്ങിയ വില. നമുക്കറിയാവുന്ന കാര്യം എന്നൊരു ഇക്വേഷൻ പറയുന്നേ ഉള്ളൂ. ലാഭം എങ്ങനെ കണക്കാക്കും? വിറ്റ വില മൈനസ് വാങ്ങിയ വില. ഒന്നാമത്തെ ഇക്വേഷൻ. അത് നേരെ തിരിച്ചെങ്ങനെ നഷ്ടം കണക്കാക്കും? ആദ്യം തന്നെ എക്സാമ്പിൾ തന്നെ പറയാം. 10 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് 8 രൂപയ്ക്ക് വിൽക്കുന്നു. എത്ര രൂപ നഷ്ടമാണ്? 2 രൂപ നഷ്ടമാണ്. എങ്ങനെയാണ് 2 രൂപ നഷ്ടം നമ്മൾ കണക്കാക്കിയേ? ആദ്യം കുറച്ചതാ വാങ്ങിയ വിലയിൽ നിന്ന് ആരെ കുറച്ചു? വിറ്റ വിലയെ കുറയ്ക്കുന്നു. വ്യക്തമാണ്. അപ്പോൾ 2 ഇക്വേഷൻ. ലാഭവും നഷ്ടവും. എങ്ങനെ ലാഭം കണക്കാക്കും? വിറ്റ വില മൈനസ് വാങ്ങിയ വില. നഷ്ടം എങ്ങനെ കണക്കാക്കും? വാങ്ങിയ വില മൈനസ് വിറ്റ വില. ഇതാണ് പ്രോഫിറ്റും ലോസും കണ്ടെത്തേണ്ട ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് പ്രോഫിറ്റും ലോസും, ലാഭവും നഷ്ടവും കണക്കാക്കേണ്ട 2 ചെറിയ ഇക്വേഷൻസ്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ലാഭവും നഷ്ടവും കണക്കാക്കി നമ്മൾ എക്സാമിന് ചോദിക്കാറ് ലാഭ ശതമാനവും നഷ്ട ശതമാനവും കണ്ടെത്താൻ ആണ് സാധാരണ ഇതിൽ ചോദിക്കാറ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ പഠിക്കും? അതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ലാഭമായാലും നഷ്ടമായാലും സംഭവിക്കുന്നത് നമ്മുടെ വാങ്ങിയ വിലയ്ക്കാണ്. ഇന്ന് വാങ്ങിയ വിലയിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ് എന്താ ലാഭവും നഷ്ടവും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ലാഭശതമാനവും നഷ്ടശതമാനവും എപ്പോഴും കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ലാഭമായാലും നഷ്ടമായാലും അതിൻ്റെ ശതമാനം കണക്കാക്കുന്നത് നമ്മുടെ വാങ്ങിയ വിലയ്ക്കാണ്. തെറ്റരുത്. ലാഭശതമാനവും നഷ്ടശതമാനവും കണക്കാക്കുന്നത് വാങ്ങിയ വിലയ്ക്കാണ്. അപ്പോൾ ഓക്കെ, എങ്ങനെ നമ്മൾ നഷ്ടശതമാനവും ലാഭശതമാനവും കണക്കാക്കും? നഷ്ടശതമാനവും ലാഭശതമാനവും എങ്ങനെ കണക്കാക്കും നോക്കിക്കോണേ. ലാഭശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ ലാഭത്തിൻ്റെ ശതമാനം ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില. ഞാൻ പറഞ്ഞതാണ്, ലാഭമായാലും നഷ്ടമായാലും കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. എന്തിനാ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ? പെർസെൻറ്റേജിലേക്ക്, ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. പഠിച്ചല്ലോ. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില. ഞാൻ ഇത് എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം ഡൗട്ട് വരും. വാങ്ങിയ വിലയാണോ വിറ്റ വിലയാണോ ഡിവൈഡ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞ് തന്നെ പഠിക്കുക. ലാഭമായാലും നഷ്ടമായാലും അത് എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. വ്യക്തമാണ്. അപ്പോൾ എങ്ങനെ നഷ്ടശതമാനം കണ്ടുപിടിക്കും? സിമ്പിളാണ്. ഇവിടെ ലാഭമാണെങ്കിൽ ഇവിടെ നഷ്ടമാണ്. നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം. ലാഭശതമാനവും നഷ്ടശതമാനവും കണ്ടുപിടിക്കാൻ ലാഭം അല്ലെങ്കിൽ നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. വ്യക്തമാണ്. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. വ്യക്തമാണ്. അപ്പോൾ ലാഭമായാലും നഷ്ടമായാലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുന്നത്? വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുന്നത്. വ്യക്തമാണ്. അടുത്ത് ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൂടെ പറയാം. ലാസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്: ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞതാണ് അടിസ്ഥാനത്തിലാണ്. അടുത്ത് നമ്മൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട്,
സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് ആണ് എന്നൊക്കെ പറയും. പക്ഷേ ഡിസ്കൗണ്ട് എപ്പോഴും കണക്കാക്കുന്നത് പരസ്യ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് പരസ്യ വിലയുടെ അടിസ്ഥാനത്തിലാണ്. വ്യക്തമാണ്. അപ്പോൾ ആ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലും ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് പരസ്യ വിലയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പരസ്യ വില എന്നൊരു സാധനം കൂടി വന്നു. പരസ്യ വില ഇംഗ്ലീഷിൽ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയും. മാർക്ക്ഡ് പ്രൈസ് എത്ര രൂപയാണോ അതിൽ കാണിച്ചിരിക്കുന്നതിന്റെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയും. മാർക്ക്ഡ് പ്രൈസ്. ഈ പരസ്യ വിലയ്ക്ക് തന്നെ മറ്റൊരു മലയാള പേരുണ്ട്, മുഖവില എന്ന് പറയും. എന്തെന്ന് പറയും? മുഖവില. അപ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാം. ഡിസ്കൗണ്ട് എപ്പോഴും കണക്കാക്കുന്നത് പരസ്യ വിലയുടെ അടിസ്ഥാനത്തിലാണ്. വ്യക്തമാണ്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർത്തെടുക്കാം. രണ്ട് വാക്കുകൾ പറഞ്ഞു. ലാഭവും നഷ്ടവും. എങ്ങനെ ലാഭം കണ്ടെത്തും? ലാഭം കണ്ടെത്താൻ ഇക്വേഷൻ എങ്ങനെ? വിറ്റ വില മൈനസ് വാങ്ങിയ വില. ലാഭം കണ്ടെത്തേണ്ട ഇക്വേഷൻ വിറ്റ വില മൈനസ് വാങ്ങിയ വില. അടുത്ത ഇക്വേഷൻ നഷ്ടം എങ്ങനെ കണ്ടെത്തും? വാങ്ങിയ വില മൈനസ് വിറ്റ വില. വ്യക്തമാണ്. അടുത്ത രണ്ടിന്റെ ശതമാനം പറഞ്ഞ് ലാഭ ശതമാനമായാലും നഷ്ട ശതമാനമായാലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുന്നത്? വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ലാഭമോ നഷ്ടമോ ശതമാനം കണ്ടെത്താൻ ലാഭമാണെങ്കിൽ ലാഭം, നഷ്ടമാണെങ്കിൽ നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ അടുത്ത മറ്റൊരു പോയിന്റ് പറഞ്ഞു. ഡിസ്കൗണ്ട് ശതമാനം. ഡിസ്കൗണ്ട് എപ്പോഴും കണക്കാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പരസ്യ വിലയുടെ അടിസ്ഥാനത്തിലാണ്. അത് വാങ്ങിയ വിലയുടേതോ അല്ല, വിറ്റ വിലയുടേതോ അല്ല, പരസ്യ വിലയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് പരസ്യ വില എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രൈസ് ആണ് പരസ്യ വില എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഇപ്പം 120 രൂപയ്ക്കുള്ള സാധനം 100 രൂപയ്ക്ക് തരുന്നു. അപ്പോൾ 120 100 രൂപയ്ക്ക് അവർ ഡിസ്കൗണ്ട് 100 രൂപയ്ക്ക് കുറച്ച് തരുന്ന ഡിസ്കൗണ്ട് തരുന്നത്. അപ്പോൾ അതാണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള പോയിന്റുകൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. നമുക്ക് ഓരോ ടൈപ്പിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഒരു ടൈപ്പായിട്ട് എഴുതിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. ഒരു കച്ചവടക്കാരൻ 10,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 12,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഒരു കച്ചവടക്കാരൻ 10,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 12,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഉള്ളിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. അതൊന്ന് മനസ്സിലാക്കി എടുക്കാം. ഒരു കച്ചവടക്കാരുണ്ട്. അയാൾ ഏതോ ഒരു സാധനം എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 10,000 രൂപയ്ക്ക് വാങ്ങി. എത്ര രൂപയ്ക്ക് വാങ്ങി? 10,000 രൂപയ്ക്ക് വാങ്ങി. അപ്പം നമ്മുടെ വാങ്ങിയ വില തന്നിട്ടുണ്ട്. വാങ്ങിയ വില ഞാൻ ഇവിടെ വാവി എന്ന് എഴുതുന്നത് വാങ്ങിയ വില എത്ര? 10,000. ഇപ്പോൾ 10,000 രൂപയ്ക്ക് പുള്ളി ഒരു സാധനം വാങ്ങിച്ചു. എന്നിട്ട് വാങ്ങിയൊരു സാധനം 12,000 രൂപയ്ക്ക് വിറ്റു. 10,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എത്ര രൂപയ്ക്ക് വിറ്റു? 12,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 12,000 രൂപയാണ് നമ്മുടെ വിറ്റ വില. അതിന് ഞാൻ BV എന്ന് എഴുതി. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം കിട്ടി. വാങ്ങിയ വിലയായ വാവി കിട്ടി 10,000, വിറ്റ വിലയായ VV കിട്ടി 12,000. വ്യക്തമാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ലാഭശതമാനം കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ലാഭശതമാനം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കിട്ടിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. 10,000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, 12,000 രൂപയ്ക്ക് മറിച്ച് വിറ്റു. ഇവിടെ ലാഭമാണോ നഷ്ടമാണോ? തീർച്ചയായും അവിടെ എത്രയാണ്? ലാഭമാണ്. എത്ര രൂപ ലാഭം? അപ്പോൾ ഇവിടെ നമുക്ക് ലാഭം പറഞ്ഞൂടെ? എത്രയാണ് ലാഭം? 10,000 രൂപയ്ക്ക് മേടിച്ച് 12,000 രൂപയ്ക്ക് വിൽക്കുന്നു. നിങ്ങൾ ഇക്വേഷൻ മനസ്സിലാക്കേണ്ട. ജസ്റ്റ് ലോജിക് ആലോചിച്ചാൽ മതി. 10,000 രൂപയ്ക്ക് സാധനം മേടിച്ച് 12,000 രൂപയ്ക്ക് വിറ്റു. എത്ര രൂപ ലാഭം? 2,000 രൂപ ലാഭം ആണല്ലോ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇക്വേഷൻ പഠിച്ചത് എങ്ങനെ നമ്മൾ ലാഭം കണ്ടുപിടിക്കും? വിറ്റ വില മൈനസ് വാങ്ങിയ വില എത്ര? 2,000 രൂപ. വ്യക്തമാണ്. അപ്പോൾ ലാഭമല്ല നമുക്ക് വേണ്ടത്, ലാഭശതമാനമാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ ലാഭശതമാനം കണ്ടുപിടിക്കാം? ഞാൻ പറഞ്ഞായിരുന്നു, ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തുന്നത്? വാങ്ങിയാണോ വിറ്റതാണോ? വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കാം? ലാഭശതമാനം കണ്ടുപിടിക്കാൻ എങ്ങനെ? ലാഭശതമാനം കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ലാഭം ഡിവൈഡഡ് ബൈ ലാഭത്തിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? വാങ്ങിയ വിലയാണോ വിറ്റ വിലയാണോ ഒന്ന് ആലോചിക്കുക. വാങ്ങിയ വിലയാണോ വിറ്റ വിലയാണോ? വാങ്ങിയ വില ശതമാനത്തിലേക്ക് മാറ്റാൻ 100 ആണല്ലോ. ഇനി ജസ്റ്റ് മാത്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലാഭം എത്ര? 2,000. നമ്മുടെ ലാഭം എത്ര? 2,000. വാങ്ങിയ വില എത്ര? 10,000 ആണല്ലോ. ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വ്യക്തമാണല്ലോ. ആരൊക്കെ വെട്ടിപ്പോകും? 3,0 പോയി, 2 10 പോയി 5, 5/100 എത്ര? 20. 5/100 എത്ര? 20%. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ഉത്തരം കിട്ടി എത്ര? 20%. ഉത്തരം കിട്ടി 20%. എഴുതരുത്, മനസ്സിൽ ചെയ്ത് നോക്കാം. പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം. ലാഭമാണോ നഷ്ടമാണോ നോക്കി? ലാഭമാണ്. അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലാഭം ബൈ വാങ്ങിയ വില. ലാഭം അറിയാം, വാങ്ങിയ വില അറിയാം. ഡിവൈഡ് ചെയ്യുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എഴുതുന്നതേ ഉള്ളൂ, പക്ഷേ മനസ്സിൽ ചെയ്ത് നോക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് ഉത്തരം കിട്ടി എത്ര? 20%. അതാണ് ഉത്തരം. നമുക്ക് നോക്കാം. 20% ആണോ? അതെ, 20%. ആൻസർ ചെയ്താൽ ഓപ്ഷൻ ബി 20%. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ ബേസ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ. എന്നാൽ ഈ ബേസിൽ തന്നെ നമുക്ക് തുടങ്ങാം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം വായിക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു കച്ചവടക്കാരൻ 25,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 30,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര? വ്യക്തമാണെന്നൂടെ വായിക്കാം. ഒരു കച്ചവടക്കാരൻ 25,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 30,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അയാളുടെ ലാഭശതമാനം എത്ര? നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാം. ഒരു കച്ചവടക്കാരൻ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്? 25,000 രൂപയ്ക്ക് വാങ്ങുന്നു. അപ്പോൾ നമ്മുടെ വാവി എത്ര? 25,000 ആണല്ലോ. നമ്മുടെ വിറ്റ വില നോക്കാം. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 30,000 രൂപയ്ക്ക് വിൽക്കുന്നു. 30,000 രൂപയ്ക്ക് വിറ്റു.
ആണല്ലോ. 25,000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചിട്ട് 30,000 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. എത്ര രൂപയാ ലാഭം? എത്ര രൂപ ലാഭം? 25,000 രൂപയ്ക്ക് 25,000 മേടിച്ചിട്ട് 30,000 വിൽക്കുവാണെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. എത്ര രൂപ ലാഭമാണ്? 5,000 രൂപ ലാഭമാണ്. 5,000 രൂപ ലാഭം ആണല്ലോ. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? ലാഭശതമാനം. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ലാഭശതമാനം. ലാഭശതമാനം എങ്ങനെ കണ്ടുപിടിക്കും? 4 ചോദിക്കുക. ലാഭശതമാനം കണ്ടുപിടിക്കും. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്ര? 5,000 ഡിവൈഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വില എത്ര? വാങ്ങിയ വില എത്ര? 25,000 ഇൻറ്റു 100 ആണല്ലോ. 3 0 3 0 വെട്ടിപ്പോയി. 5 ബൈ 25 5. 100 എത്ര? 20%. ഓക്കെ ആണ്. 20%. അതാണോ ആൻസർ? നോക്കാം. 20%. അതെ, ഓപ്ഷൻ എ 20. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്താൽ ഓപ്ഷൻ എ 20. ഓക്കെ ആണ്. നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം വായിക്കാം. 25,000 രൂപ വിലയുള്ള ഒരു സാധനം 15,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നഷ്ടശതമാനം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 25,000 രൂപ വിലയുള്ള ഒരു സാധനം 15,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നഷ്ടശതമാനം എത്ര? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വായിച്ചിട്ട് ആദ്യം ഏത് കാര്യങ്ങൾ നോക്കാം. 25,000 രൂപ വിലയുള്ള ഒരു സാധനം. അപ്പോൾ നമ്മൾ പുള്ളി വാങ്ങിയ വില എത്ര? 25,000 രൂപയ്ക്ക് വിലയുള്ള ഒരു സാധനം പുള്ളി മേടിച്ചു. എന്നിട്ട് 15,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ വിറ്റ വില എത്ര? 15,000 ആണല്ലോ. ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 25,000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചിട്ട് 15,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ? തീർച്ചയായും നഷ്ടമാണോ? ആണല്ലോ. നിങ്ങൾ ഇക്വേഷൻ ഒന്നും പഠിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കുക. 25,000 രൂപയ്ക്ക് മേടിച്ചിട്ട് 15,000 രൂപയ്ക്ക് വിറ്റു. എത്ര രൂപ അവിടെ എന്താണ്? ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ്. എത്ര രൂപ നഷ്ടം? 25,000 15,000 എത്ര രൂപ നഷ്ടം? ഡിഫറൻസ് എത്ര? 10,000 രൂപ. എത്ര രൂപ നഷ്ടമായി? 10,000 രൂപ പുള്ളിക്ക് നഷ്ടമായി ആണല്ലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നഷ്ടശതമാനം കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? നഷ്ടശതമാനം. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റിനും ലാഭശതമാനമാണെങ്കിൽ ഇനി പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ നഷ്ടശതമാനമാണ്. ലാഭമായാലും നഷ്ടശതമാനമായാലും കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ലാഭമാണോ ലാഭം അല്ലെങ്കിൽ നഷ്ടമാണോ നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണല്ലോ. ഇവിടെ എത്രയാണ് നഷ്ടം? നഷ്ടശതമാനം എങ്ങനെ കണ്ടുപിടിക്കും? നഷ്ടശതമാനം എങ്ങനെ കണ്ടുപിടിക്കും? നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണല്ലോ. ഇവിടെ നഷ്ടം എത്ര? 10,000. നഷ്ടം എത്ര? 10,000 ആണല്ലോ. ഡിവൈഡ് ബൈ വാങ്ങിയ വിലയാണോ വിറ്റ വിലയാണോ? വാങ്ങിയ വില എത്ര? 25,000 ആണല്ലോ. ഇൻറ്റു 100 ആണല്ലോ. 3 0 3 0 വെട്ടി 2 5 20. 20 ഇൻറ്റു 2 എത്ര? 40%. ഉത്തരം കിട്ടി. ഓപ്ഷൻ ബി 40% പുള്ളിക്ക് നഷ്ടമായി. ഓപ്ഷൻ ബി ആണോ നോക്കാം. 40% ആണോ നോക്കാം. അതെ, ഓപ്ഷൻ ബി 40%. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ചെയ്ത കാര്യം നേരത്തെ ചെയ്ത അതേ കാര്യം. എങ്ങനെ? നേരത്തെ ലാഭമാണെങ്കിൽ ഇവിടെ നഷ്ടമാണ്. ഇവിടെ നഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലായി. എത്ര രൂപ നഷ്ടമാണ്? 10,000 രൂപ നഷ്ടമാണ്. കണ്ടുപിടിക്കുന്നത് നഷ്ടശതമാനമാണ്. നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇവിടുത്തെ നഷ്ടം എത്ര? 10,000 ഡിവൈഡ് ബൈ വാങ്ങിയ വില എത്ര? 25,000 ഇൻറ്റു 100. 3 0 3 0 വെട്ടി 10 ബൈ 25 സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 10നെ 5 2 പ്രാവശ്യം, 25 5 പ്രാവശ്യം, 100 ബൈ 5 എത്ര? 20. 20 ഇൻറ്റു 2 എത്ര? 40%. വ്യക്തമാണ്. അപ്പോൾ ഇത് കറക്റ്റാണ് ചെയ്യുക. ബാക്കി മാത്സ് ആണ്. അപ്പോൾ ഇവിടെ ചിലർ ഇത് 20 മാത്രം ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ താഴെ 20, പക്ഷേ ഇവിടെ 2 ഉണ്ടായിരുന്നു. 20 ഇൻറ്റു 2 40 ഉത്തരം. വ്യക്തമാണ്. അപ്പം ബാക്കിയെല്ലാം ജസ്റ്റ് മാത്സ് ആണ്. നമ്മളിതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് ചെയ്യും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം വായിക്കാം. ചോദ്യം: ഒരാൾ 19,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു അലമാര ഗോഡൌണിൽ എത്തിക്കുന്നതിനായി 700 രൂപ വണ്ടി വാടക നൽകി. അതിന് 300 രൂപ കയറ്റിറക്കി കൂലി കൂടി നൽകി. ആ അലമാര 22,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ലാഭശതമാനം എത്ര? അതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞ സെയിം കാര്യം ഒന്ന് മാറ്റി തന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ വായിക്കാം. ഒരാൾ 19,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു അലമാര ഗോഡൌണിൽ എത്തിക്കുന്നതിനായി 700 രൂപ വണ്ടി വാടക നൽകി. അപ്പോൾ യഥാർത്ഥ അലമാര വില 19,000 രൂപയായിരുന്നു. അപ്പോൾ ഒരാൾ കടയിൽ ചെന്നു 19,000 രൂപയ്ക്ക് ഒരു അലമാര മേടിച്ചു. അപ്പോൾ ഇനി അലമാര എങ്ങോട്ട് കൊണ്ടുവരണം? വീട്ടിലേക്ക് കൊണ്ടുവരണം. വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വണ്ടി കയറ്റി കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിനൊക്കെ വാടക ഉണ്ട്. അതിൻ്റെ കാര്യമാണ് പറയുന്നത്. അലമാര ഗോഡൌണിൽ എത്തിക്കുന്നതിനായി 700 രൂപ വണ്ടി വാടക കൊടുത്തു. അപ്പം പുള്ളിക്ക് ആകെ ചിലവാകുന്ന തുക നോക്കിക്കോണേ. 19,000 രൂപ അലമാര മേടിക്കാനായിട്ട് പുള്ളിക്ക് ചിലവായി. അതിൻ്റെ കൂടെ തന്നെ 700 രൂപ എത്രയായി? വണ്ടി വാടകയായി. 700 രൂപ വണ്ടി വാടകയായി. ഇനി അടുത്ത് അതിന് 300 രൂപ കയറ്റി ഇറക്കി കൂലി. 300 രൂപ എന്ത് കൊടുത്തു? കയറ്റി ഇറക്കി കൂലി. യൂണിയൻകാർ വീട്ടിൽ കൊണ്ട് ഇറക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടി എന്ത് കൊടുത്തു? കയറ്റി ഇറക്കി കൂലി കൊടുത്തു. അത് എത്ര രൂപയായി? 300 രൂപ. വ്യക്തമാണ്. അപ്പം ഒരു അലമാരയ്ക്ക് വേണ്ടി പുള്ളി ചിലവാക്കിയ തുകയാണ് ഈ പറഞ്ഞത്. 19,000 രൂപ അലമാരയുടെ വില, യഥാർത്ഥ വില. പിന്നെ 700 രൂപ വണ്ടി വാടക കൊടുത്തു. 300 രൂപ കയറ്റി ഇറക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ ടോട്ടൽ പുള്ളിക്ക് എത്ര രൂപ ചിലവായേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
19,000 രൂപ അലമാര വില, പിന്നെ 700, 300, 700 പ്ലസ് 300 1000, 1000 പ്ലസ് 19,000 20,000 രൂപ പുള്ളിക്ക് ടോട്ടൽ ഒരു അലമാരയ്ക്ക് വേണ്ടി ചിലവായി. പറയുന്ന വ്യക്തമാകുന്നുണ്ട്, ജസ്റ്റ് ഒരു അലമാരയ്ക്ക് വേണ്ടി പുള്ളിക്ക് എത്ര രൂപ ചിലവായി? 20,000 രൂപ ചിലവായി. അപ്പോൾ ശരിക്കും പുള്ളിയുടെ വാങ്ങിയ വില എത്രയാണ്? 20,000 രൂപയാണ്. പുള്ളി ശരിക്കും ചിലവാക്കിയ വാങ്ങിയ വില എത്ര? 20,000. വ്യക്തമാണ് ഞാൻ പറഞ്ഞ കാര്യം. പുള്ളി അലമാരയ്ക്ക് മാത്രം ചിലവാക്കി 19,000, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ ചിലവുകൂടെ ഉണ്ട്. അതുകൂടെ ചേർത്താലല്ലേ പുള്ളിക്ക് ശരിക്കും ചിലവായ തുക കിട്ടത്തുള്ളൂ. അതല്ലേ പുള്ളിയുടെ വാങ്ങിയ വില. വാങ്ങിയ വില കിട്ടി എത്ര? 20,000. ഈ വാങ്ങിയ വില ഡയറക്റ്റ് ആയിട്ട് തരാതെ ഒന്ന് പിരിച്ചു തന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുള്ളി വാങ്ങിയ വില എത്ര? 20,000. ബാക്കിനി വായിക്കാം. ആ അലമാര 22,000 രൂപയ്ക്ക് വിറ്റു. അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 22,000 രൂപയ്ക്ക് എന്തെന്ന് വിറ്റു. അപ്പോൾ വിറ്റ വില എത്ര? 22,000 ആണല്ലോ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 20,000 രൂപ മൊത്തം ചിലവായ ഒരു അലമാര പുള്ളിക്ക് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 22,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ? തീർച്ചയായും ലാഭമാണ്. എത്ര രൂപ എന്ന ലാഭം? എത്ര രൂപ ലാഭം? 20,000 മേടിച്ചു, 22,000 വിൽക്കുന്നു. എത്ര രൂപ ലാഭം? 2,000 രൂപ ലാഭം ആണല്ലോ. ഇത്രയും കിട്ടി. ഇത്രയും കാര്യം നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുത്ത് മനസ്സിലാക്കിയതാണ്. വാങ്ങിയ വില കിട്ടി, വിറ്റ വില കിട്ടി, ലാഭം കിട്ടി. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? ലാഭശതമാനം. ലാഭവും വാങ്ങിയ വില, വിറ്റ വില, ലാഭശതമാനം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെ? ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇത്ര ചെയ്താൽ മതി. നോക്കാം. ലാഭം എത്ര? 2,000 ബൈ വാങ്ങിയ വില എത്ര? വാങ്ങിയ വില എത്ര? 20,000 ഇൻറ്റു 100. വ്യക്തമാണല്ലോ. 3 0 3 0 വിട്ടി 2 20 10 0 പോയി. എത്ര? 10%. ഉത്തരം കിട്ടി. 10% പുള്ളിക്ക് ലാഭമാണ്. അപ്പോൾ അതാണോ ആൻസർ? നമുക്ക് നോക്കാം. 10%. അതെ, ഓപ്ഷൻ സി 10%. വ്യക്തമാണ്. നേരത്തെ പറഞ്ഞ സെയിം ടൈപ്പ് സെയിം ക്വസ്റ്റ്യൻ ഒന്ന് പിരിച്ചു തന്നെന്ന് മാത്രം വായിച്ച് മനസ്സിലാക്കി എടുക്കുക. അപ്പം ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വാങ്ങിയ വില എന്ന് ഉദ്ദേശിക്കുന്നത് പുള്ളിക്ക് ചിലവായ ടോട്ടൽ തുക തന്നെയാണ് വാങ്ങിയ വില എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എന്തൊക്കെ തന്നെയാലും പുള്ളി ഇപ്പോൾ കടയിൽ പോകുന്ന സമയത്ത് പുള്ളിക്ക് വണ്ടി ചിലവ് അല്ലെങ്കിൽ പെട്രോൾ അടിക്കുക ആ ചിലവൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മളിത് കൂട്ടണം. പക്ഷേ ഇവിടെ ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയപ്പോൾ വണ്ടി വാടകയും ആ കയറ്ററിക്കൂടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കുമ്പോഴേക്കും ശരിക്കും കിട്ടുന്ന വാങ്ങിയ വില കിട്ടുക. അതാണ് നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൈപ്പ് ഓക്കെയാണ്. അടുത്ത ചോദ്യം വായിക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരാൾ 34,000 രൂപയ്ക്ക് വാങ്ങിയ ടി വി 1000 രൂപ പാക്കിംഗ് ചാർജ് നൽകി. ആ ടി വി 40,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭശതമാനം എത്ര? നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ. അവിടെ അലമാരയായിരുന്നു, ഇവിടെ ടി വി ആയിരുന്നു. ആ ഒരു വ്യത്യാസം മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരാൾ 34,000 രൂപയ്ക്ക് വാങ്ങിയ ടി വി. അപ്പോൾ ഒരു ടി വിയുടെ വില ഒരു ടി വിക്ക് വേണ്ടി പുള്ളി ചിലവാക്കിയ വില എത്ര? 34,000 രൂപ. ഒരു ടി വിക്ക് വേണ്ടി 34,000 രൂപ ചിലവ് കൊടുത്തു. അടുത്ത് ആ വാങ്ങിയ ടി വി ഒന്ന് പാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പാക്കിംഗ് ചാർജ് കൊടുത്തു. പാക്കിംഗ് ചാർജ് എത്ര രൂപ കൊടുത്തു? 10,000 രൂപ. 1000 രൂപ. 1000 രൂപ. പാക്ക് ചെയ്യാൻ വേണ്ടി എത്ര രൂപ കൊടുത്തു? 1000 രൂപ കൊടുത്തു. അപ്പോൾ ഒരു ടി വിക്ക് വേണ്ടി പുള്ളി ആകെ ചിലവാക്കിയ തുക നോക്കണേ. 34,000 രൂപ ടി വിയുടെ വിലയും 1000 രൂപ പാക്കിംഗ് ചാർജ്. അപ്പോൾ ടോട്ടൽ പുള്ളിക്ക് എത്ര രൂപ ചിലവായി? 34,000 പ്ലസ് 1000 35,000 രൂപ ചിലവായി. ഈ 35,000 പുള്ളിയുടെ വാങ്ങിയ വില. പറഞ്ഞതാണ് ടോട്ടൽ ചിലവായ തുകയാണ് വാങ്ങിയ വില. വ്യക്തമാണ്. അപ്പോൾ 35,000 രൂപ വാങ്ങിയ വില. ഈ 35,000 രൂപ വില കൊടുത്ത് വാങ്ങിയ ഈ ടി വി എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 40,000 രൂപയ്ക്ക് വിൽക്കുന്നു. എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 40,000 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നമ്മുടെ വിറ്റ വില ഡയറക്റ്റാണ് തന്നിട്ടുണ്ട്. വിറ്റ വില എത്ര? 40,000. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് ആലോചിച്ച് നോക്കാം. 35,000 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു ടി വി എത്ര രൂപയ്ക്ക് വിറ്റു? 40,000 രൂപയ്ക്ക് വിറ്റു. ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. എത്ര രൂപ ലാഭം? 5,000 രൂപ ലാഭം. എത്ര രൂപ ലാഭം? 5,000 രൂപ ലാഭം ആണല്ലോ. ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടെത്തിയതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ കണ്ടുപിടിക്കേണ്ടേ? ലാഭശതമാനം. എങ്ങനെ ലാഭശതമാനം കണ്ടുപിടിക്കും? ഒന്നാലോചിച്ച് നോക്കുക. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്ര? 5,000. ലാഭം എത്ര? 5,000 ബൈ വാങ്ങിയ വില. വാങ്ങിയ വില എത്ര? 35,000. 35,000 ഇൻറ്റു 100 ആണല്ലോ. 5,000 3 0 ബൈ 3 0 പോയി. 5/35 ഡിവൈഡ് ബൈ 7. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 100/7 എന്ന് കിട്ടുന്നു ആണല്ലോ. ഇതേ കാര്യം നമ്മൾ പെർസെൻറ്റേജ് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്, ഞാൻ പഠിപ്പിച്ചതാണ് ആ ചാപ്റ്റർ. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ നോക്കുക. അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ എളുപ്പത്തിന് പഠിച്ചതാണ്. ഇപ്പോൾ 100നെ ഏതെങ്കിലുമൊക്കെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻസ് കിട്ടും. ആ മിക്സഡ് ഫ്രാക്ഷൻ പഠിക്കാൻ എളുപ്പത്തിൽ പറഞ്ഞതാണ്. 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും എത്ര പെർസെൻറ്റേജിന് ഈക്വലാണ് നമ്മളൊരു കാര്യം പഠിച്ചതാണ്. അല്ലെങ്കിൽ നമുക്കിത് ഡിവൈഡ് നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ആ പെർസെൻറ്റേജ് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആവും. 100/7 മിക്സഡ് ഫ്രാക്ഷൻ രൂപം നമ്മളവിടെ പഠിച്ചതാണ്. 100/7 ഒന്ന് ആലോചിക്കുക. 100/7 49 2/7 ആണ്. 100/7 എത്ര? 49 2/7 ആണ്. ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി 49 2/7. അതാണ് ഉത്തരം. നോക്കാം. അതെ, ഓപ്ഷൻ സി 49 2/7. 14ൽ 7.2% 100/7. അല്ലെങ്കിൽ ഡൗട്ടുള്ളവർ ഡിവൈഡ് നോക്കാം. 100/7 ഒരു 7 7 3
4 28 2 ഇതെങ്ങനെ എഴുതാം 49 2/7 അല്ലേ നമ്മൾ പഠിച്ചതാണ് 49 2/7%. അല്ലെങ്കിൽ 100-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ല ഇവിടെ പഠിച്ചതാണ്. 7 സംഖ്യയെങ്കിൽ 7 കണ്ടു കഴിഞ്ഞാൽ എഴുതുന്നത് 49 2/7. നമ്മൾ കുറേ പഠിച്ചതാണ്. 3 ആണെങ്കിൽ 33 and 1/3 എന്നും 9 ആണെങ്കിൽ 11 and 1/9 എന്നും 11 ആണെങ്കിൽ 9 and 1/11 എന്നൊക്കെ നമ്മളവിടെ കുറേ പഠിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 7 സംഖ്യ 100/7 ആണെങ്കിൽ 49 2/7%. വ്യക്തമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മിക്സഡ് ഫ്രാക്ഷൻസ് ആയിരിക്കും ഇതിൽ കൂടുതൽ തരിക. അപ്പോൾ അതുകൂടെ പഠിച്ചതിന് ശേഷം മാത്രം ഇത് പഠിക്കാൻ ശ്രമിക്കുക. പെർസെൻറ്റേജ് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സമയമുള്ളവർ ഡിവൈഡ് ചെയ്ത് നോക്കുക. വ്യക്തമാണ്. ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടിയല്ലോ 49 2/7%. ഇപ്പോൾ എപ്പോഴും നമുക്ക് കറക്റ്റ് സംഖ്യ തന്നെ കിട്ടണമെന്നില്ല. മിക്സഡ് ഫ്രാക്ഷൻസ് വരാം. വ്യക്തമാണ്. അപ്പോൾ ഈ ചോദ്യം ഓക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അടുത്ത ചോദ്യം വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ഒരു കടയിൽ 20% ഡിസ്കൗണ്ട് നൽകിയാണ് സാധനങ്ങൾ വിൽക്കുന്നത്. 40,000 രൂപ മുഖവിലയുള്ള ഒരു സാധനം ആ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് ലഭിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാവേ. ഒരു കടയിൽ 20% ഡിസ്കൗണ്ട് നൽകി. എത്ര ശതമാനം ഡിസ്കൗണ്ട്? 20% ഡിസ്കൗണ്ട് നൽകിയാണ് സാധനങ്ങൾ വിൽക്കുന്നത്. 40,000 രൂപ മുഖവിലയുള്ള ഒരു സാധനം ആ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് ലഭിക്കും? വളരെ ഈസി ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ്. ഒരു കടയുണ്ട്. ആ കടയിൽ എല്ലാ സാധനവും എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്? 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് പുള്ളി ഒരു 40,000 രൂപ വിലയുള്ള ഒരു സാധനം മേടിക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു വാക്ക് തന്നിട്ടുണ്ട്, മുഖവില. ഇത് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു മുഖവില അല്ലെങ്കിൽ പരസ്യവില എന്നൊരു സാധനം. മുഖവില അല്ലെങ്കിൽ പരസ്യവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസ് എന്നാണ്. MP മാർക്ക്ഡ് പ്രൈസ്. മുഖവില എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരസ്യവില എന്ന് വെച്ചാൽ മാർക്ക്ഡ് പ്രൈസ്. നമ്മൾ ആ ഷോക്കേസ് ചെയ്തിരിക്കുന്ന വിലയാണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ അവിടെ തുടക്കത്തിൽ പറഞ്ഞാണ് ലാഭവും നഷ്ടവും, ലാഭശതമാനവും നഷ്ടശതമാനവും കണ്ടെത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഡിസ്കൗണ്ട് ശതമാനം എപ്പോഴും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എപ്പോഴും നൽകുന്നത് എന്തിനാണ്? മുഖവിലയ്ക്കാണ്. ഡിസ്കൗണ്ട് എപ്പോഴും കൊടുക്കുന്നത് എന്തിനാണ്? മുഖവിലയ്ക്കാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഏതാ? മുഖവില. 40,000 രൂപ മുഖവില. അതിനാണ് എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര രൂപയ്ക്ക് നമുക്ക് ലഭിക്കുമെന്നല്ലേ കണ്ടെത്തേണ്ടത് ആണല്ലോ. 40,000 രൂപ മുഖവില, 20% ഡിസ്കൗണ്ട്. അപ്പോൾ എത്ര രൂപയ്ക്ക് ലഭിക്കുന്നു? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മുഖവില എത്ര? 40,000 ആണല്ലോ. മുഖവില 40,000. ഈ 40,000 രൂപയ്ക്ക് എത്ര ശതമാനം ഡിസ്കൗണ്ട് തരുന്നു? 20% ഡിസ്കൗണ്ട് വരുന്നു. അപ്പം 40,000-ന്റെ 20% കണ്ടുപിടിക്കാമല്ലോ. 40,000-ന്റെ 20% എങ്ങനെ കണ്ടുപിടിക്കും? 40,000 × 20/100 ആണല്ലോ. 2 0 2 0 വെട്ടി. എന്താ 4 2 8 3 0 8,000 ആണല്ലോ. 8,000. നമുക്കിത് എഴുതാതെ ചെയ്യാൻ അറിയാം. പെർസെൻറ്റേജ് ചാപ്റ്റർ നമ്മൾ എഴുതാതെ ചെയ്യാനുള്ള മെത്തേഡ് പഠിച്ചതാണ്. 20% കണ്ടുപിടിക്കുന്നതിന് മുന്നേ 10% കണ്ടുപിടിക്കാൻ അറിയാം. ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ എത്ര പോയിന്റ് കൊടുക്കണം? ഞാൻ ഇവിടെ പഠിപ്പിച്ചാണ്. ഒരു പോയിന്റ് മാറ്റി കുത്തിടുക. അപ്പോൾ 40,000-ന്റെ ഒരു പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ 4,000 എന്ന് കിട്ടുന്നു. അത് 10% 4,000 ആണെങ്കിൽ 10% 4,000 ആണെങ്കിൽ നമുക്ക് വേണ്ടത് 20% ആണ്. 20% എത്ര? 8,000. അതാണ് നമ്മൾ എഴുതി ചെയ്തത്. 8,000 രൂപ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം. 40,000 രൂപ മുഖവിലൊരു സാധനത്തിന് 20% ഡിസ്കൗണ്ട് തരുമ്പോൾ 40,000-ൽ നിന്ന് എത്ര രൂപ കുറയുന്നു? 8,000 രൂപ കുറയുന്നു. 40,000-ൽ നിന്ന് 8,000 രൂപ കുറയുന്നു. അപ്പോൾ അത് എത്ര രൂപയ്ക്ക് കിട്ടും നമുക്ക്? 40,000-ൽ നിന്ന് 8,000 രൂപ കുറയുന്നു. അപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടുമായിരിക്കണം? 40,000 - 8,000 എത്ര? 40,000 - 8,000 32,000. അപ്പോൾ നമുക്ക് ആ സാധനം എത്ര രൂപയ്ക്ക് കിട്ടും? 32,000 രൂപയ്ക്ക് കിട്ടും ആണല്ലോ. അതാണ് ഉത്തരം. നമുക്ക് നോക്കാം. അതെ, ഓപ്ഷൻ എ 32,000. വ്യക്തമാണ്. അപ്പോൾ ഈ ചോദ്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഡിസ്കൗണ്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊരു കാര്യം പറയാൻ വരെയാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞത്. അപ്പോൾ പഠിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡിസ്കൗണ്ട് എപ്പോഴും നൽകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ മുഖവില അല്ലെങ്കിൽ പരസ്യവിലയുടെ അടിസ്ഥാനത്തിലാണ്. വ്യക്തമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. 50,000 രൂപ മുഖവിലയുള്ള ഒരു വസ്തു 20% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. എന്നാൽ വിറ്റ വില എത്ര? ഇത്രയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ തന്ന കാര്യം മുഖവില തന്നിട്ടുണ്ട്. എത്ര? 50,000. മുഖവില തന്നിട്ടുണ്ട് 50,000. ഇത് എത്ര ശതമാനം ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്? 20% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്. 20%. ഒന്നുകിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡ് പെർസെൻറ്റേജ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച മെത്തേഡ് ട്രൈ ചെയ്യാം. അതുകൂടെ നമുക്ക് പറയാം. 50,000 × 20/100 ആണല്ലോ. അപ്പോൾ എത്ര ശതമാനം എത്ര കുറവ് കിട്ടും? 2 0 2 0 പോയി. അത് 5 2 10 10,000 ആണല്ലോ. അപ്പോൾ എത്ര രൂപ കുറച്ച് കിട്ടും? 10,000 രൂപ കുറച്ച് കിട്ടും. അപ്പോൾ അത് വിൽക്കുന്ന വില എത്രയെന്നല്ലേ? എത്ര? 50,000 രൂപ. നമുക്ക് എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടി? 20% ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ എത്ര കുറയും? 10,000 രൂപ കുറയും. അപ്പോൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കുമായിരിക്കണം? 40,000 രൂപയ്ക്ക് വിൽക്കുമായിരിക്കണം. അതാണ് ഉത്തരം. നോക്കാം. 40,000 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. 40,000 നോക്കാം. അതെ, ഓപ്ഷൻ ഡി 40,000. വ്യക്തമാണ്. നമുക്ക് എഴുതാതെ ചെയ്യുന്ന മെത്തേഡ് പറയാം. പേഴ്സണൽ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അത് നോക്കേണ്ട കാര്യം 50,000-ന്റെ 20% എങ്ങനെ കണ്ടുപിടിക്കും? 50,000-ന്റെ 10% എത്ര? ഒരു പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ 5,000 രൂപയെന്ന് കിട്ടും. 10% 5,000 ആണെങ്കിൽ 20% എത്ര?
10,000. അപ്പോൾ 10,000 കിട്ടി, ഇതാ കിട്ടി. നമ്മളത് ചെയ്ത് നമ്മൾ ഏതാ മനക്കണക്ക് ചെയ്യാൻ പറ്റും. അവരുടെ പഠിപ്പിച്ചതാണ് 10,000 രൂപ. എങ്കിൽ വിൽക്കുന്ന വിലയ്ക്കായി 50,000 നിന്ന് 10,000 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 40,000 രൂപയ്ക്കായിരിക്കും ആ സാധനം വിൽക്കുക. വ്യക്തമാണ്? രണ്ടും ഓക്കെയാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഡിസ്കൗണ്ട് എപ്പോഴും കണ്ടെത്തേണ്ടത്, ഡിസ്കൗണ്ട് ശതമാനം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എപ്പോഴും നൽകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ മുഖവിലയുടെ അടിസ്ഥാനത്തിലാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞത്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വായിക്കാം. 36,000 രൂപ പരസ്യവിലയുള്ള ഒരു സാധനത്തിന് 8.33% ഡിസ്കൗണ്ട് നൽകി വിൽക്കുകയാണെങ്കിൽ വിറ്റ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 36,000 രൂപ പരസ്യവിലയുള്ള ഒരു സാധനത്തിന് 8.33% ഡിസ്കൗണ്ട് നൽകി വിൽക്കുകയാണെങ്കിൽ വിറ്റ വില എത്ര? ഇതിലുള്ള ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ. പക്ഷേ നമുക്ക് ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ഇവിടെ 8.33% ഞാൻ തന്നിരുന്നു. നമ്മൾ ഇത്രയും പറഞ്ഞില്ല, പോയിന്റ് വരുന്നിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പോയിന്റ് വന്നൊരു സാധനം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ചിലർക്ക് വേണമെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരാം. ഒരു ബുദ്ധിമുട്ടും വേണ്ട. പെർസെൻറ്റേജ് എന്നൊരു ചാപ്റ്റർ പഠിച്ചൊരു വ്യക്തിക്ക് ഈ ഒരു സാധനം ഒരു ബുദ്ധിമുട്ടും അല്ല. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 8.33% എന്നല്ലേ? 8.33% എന്നല്ലേ? ആണല്ലോ. ഈ 8.33% അത് കാണുമ്പോൾ നമുക്കൊരു പോയിന്റ് ഉള്ളതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഈ 8.33% നമുക്ക് വേണമെങ്കിൽ 8/1/3% എഴുതാമല്ലോ. 8.33% നമുക്ക് 8/1/3% എന്ന് എഴുതാം. കാരണം 0.3333 പോകുന്ന സംഖ്യ 1/3 ഈക്വലാണ്. 3-1 ഈക്വലാണ്. അതൊക്കെ പറഞ്ഞതാണ്. 0.333 എഴുതുന്ന 1/3 ഈക്വലാണ്. ഈ 0.33 എഴുതുന്നതും 1/3 എഴുതുന്നതും എന്താണ്? ഈക്വലാണ്. അപ്പോൾ 8/1/3 ഫ്രാക്ഷൻ നമ്മൾ കുറേ മിക്സഡ് ഫ്രാക്ഷൻ അവിടെ പഠിച്ചതാണ്. അത് 8/1/3% ആണെങ്കിൽ ആ സംഖ്യയെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഏതൊരു സംഖ്യയുടെയും 8/1/3% കണ്ടുപിടിക്കാൻ ആ സംഖ്യയെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് നമ്മൾ ടേബിളായിട്ട് പഠിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ. 8/1/3% ആണെങ്കിൽ സംഖ്യ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 12 കൊണ്ട്. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അത് കുറച്ചുകൂടെ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെർസെൻറ്റേജിൻ്റെ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. 8/1/3% ആണെങ്കിൽ അതിന് ഏതൊരു സംഖ്യയുടെയും 8/1/3% ആണെങ്കിൽ ഏത് സംഖ്യ മനസ്സിൽ വരണം? 12 എന്ന സംഖ്യ മനസ്സിൽ വരണം. ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. വ്യക്തമാണ്? അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ബാക്കി സിമ്പിളാണ്. 36,000 രൂപ പരസ്യമുള്ള സാധനത്തിന് 8.33%. അപ്പോൾ 36,000ൻ്റെ 8.33%. അപ്പോൾ 36,000ൻ്റെ 8.33%. അപ്പോൾ 8.33% വരെ നമുക്ക് എന്ത് കൊടുത്താൽ മതി? 8/1/3% ഡിവൈഡ് ബൈ 100. ഇത് സോൾവ് ചെയ്ത് ഉത്തരം കിട്ടും. അപ്പോൾ ഇതിന് പകരമാണ് ഞാൻ പറഞ്ഞ എങ്ങനെ 8.33%, 8/1/3% കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന സംഖ്യയെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി അത് മറക്കരുത്. 8/1/3% കണ്ടുപിടിക്കാൻ ഏതൊരു സംഖ്യയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. തീർന്നു. ഏതൊരു സംഖ്യയുടെ 8/1/3% കണ്ടുപിടിക്കാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അവിടെ പഠിച്ചതാണ്. അടുത്ത് ഇത് സോൾവ് ചെയ്ത് നമുക്കറിയാം. എത്രയും കിട്ടും? 3000 എന്ന് കിട്ടും. 12ൽ 3 പ്രാവശ്യം 36. 3000 കിട്ടി. അപ്പോൾ 36,000 നിന്ന് എത്ര രൂപ കുറച്ച് കിട്ടും? 3000 രൂപ കുറച്ച് കിട്ടും. അപ്പോൾ എത്ര രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്? എത്ര രൂപയ്ക്ക് വിൽക്കുമായിരിക്കും? 36,000 മൈനസ് 3000 എത്രയെന്ന് കിട്ടും? 33,000 ആണല്ലോ. 33,000 ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അത് നടക്കുന്ന ഓപ്ഷനെ 33,000 ശരിയാണോ നോക്കാം. അതെ, ഓപ്ഷനെ 33,000. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ട ഒരു കാര്യമുള്ളൂ. ആ പോയിന്റ് വന്നുകൊണ്ട് എങ്ങനെ അത് ചെയ്യണം എന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ 8.33% നമുക്ക് എങ്ങനെ എഴുതാം? 8/1/3% എഴുതാം. 8/1/3% കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന സംഖ്യയുടെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 3000 എന്ന് കിട്ടുന്നു. അത് കുറച്ച് കിട്ടുകയാണ്, ഡിസ്കൗണ്ടാണ്. അപ്പോൾ 36,000 നിന്ന് 3000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയേ ഉള്ളൂ? 33,000. വ്യക്തമാണ്? പെർസെൻറ്റേജ് ചാപ്റ്റർ കുറച്ച് ബേസ് ഉള്ളവർക്ക് ഈ ചാപ്റ്റർ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വ്യക്തമാണ്? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റിലേക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അരുൺ ഒരു TV 10% ഡിസ്കൗണ്ടിന് വാങ്ങി. അത് 20% ഡിസ്കൗണ്ടിന് വാങ്ങിയിരുന്നുവെങ്കിൽ 2,000 രൂപ ലാഭിക്കാമായിരുന്നു. എങ്കിൽ അരുൺ TV വാങ്ങിയ വില എന്ത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളൊരു മോഡലാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. അരുൺ ഒരു TV 10% ഡിസ്കൗണ്ടിന് വാങ്ങി. ഫുൾ സ്റ്റോപ്പ്. അത് 20% ഡിസ്കൗണ്ടിന് വാങ്ങിയിരുന്നുവെങ്കിൽ 2,000 രൂപ ലാഭിക്കാമായിരുന്നു. എങ്കിൽ അരുൺ TV വാങ്ങിയ വില എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ വായിക്കുമ്പോൾ ചെറിയ കുറേ എന്തൊക്കെയോ കാര്യങ്ങളും തോന്നും. ഒന്നും വേണ്ട, ഞാൻ പറയുന്ന പോലെ ആലോചിക്കാം. ഇവിടെ പറയുന്ന 2% കുറിച്ചാണ്. 10% ഡിസ്കൗണ്ടും 20% ഡിസ്കൗണ്ടും ആണല്ലോ. 10% ഡിസ്കൗണ്ടിനെ കുറിച്ചും 20% ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അത് മാത്രം ആലോചിക്കാം. ഒരാളുണ്ട് അരുൺ, 10% ഡിസ്കൗണ്ടിനാണ് ഒരു TV മേടിച്ചത്. 10% ഡിസ്കൗണ്ടിനാണ് TV മേടിച്ചത്. എത്ര ശതമാനം ഡിസ്കൗണ്ടിൽ? 10% ഡിസ്കൗണ്ടിൽ ഒരു TV മേടിച്ച് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് 20% ഡിസ്കൗണ്ടിനാണ് മേടിച്ചിരുന്നെങ്കിൽ തോന്നി. 20% ഡിസ്കൗണ്ടിനാണ് മേടിച്ചിരുന്നെങ്കിൽ എത്ര രൂപ പുള്ളിക്ക് ലാഭിക്കുമായിരുന്നു? 2,000 രൂപ ലാഭിക്കുമായിരുന്നു.
ഞാൻ പറഞ്ഞത് വ്യക്തമാണ്. 10% വാങ്ങി 20% വാങ്ങിയിരുന്നുവെങ്കിൽ, ഒരു കണ്ടീഷനാണ്, 20% വാങ്ങിയിരുന്നുവെങ്കിൽ എത്ര രൂപ ലാഭിക്കായിരുന്നു? 2000 രൂപ ലാഭിക്കായിരുന്നു. ഇപ്പം നിലവിൽ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു പോയി? 10% വാങ്ങിച്ചു പോയി. 20% വാങ്ങിച്ചിരുന്നെങ്കിൽ എത്ര രൂപ ലാഭിക്കായിരുന്നു? 2000 രൂപ ലാഭിക്കായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10% 20% ഇവയ്ക്കൊരു ഡിഫറൻസ് ഉണ്ട്. 10%-ന്റെയും 20%-ന്റെയും ഡിഫറൻസ്, വ്യത്യാസം എത്ര? 10% അല്ലേ? ഞാൻ പറഞ്ഞ വ്യക്തമാണെന്നുണ്ടേ. 10% 20% ഇവന്മാരെ ഡിഫറൻസ് എത്താ? അത് കുറച്ചാലും 10 20 10 കുറച്ച് എത്ര? 10%. ഈ ശരിക്കും ഈ 10% അല്ലേ നമുക്ക് ലാഭിക്കായിരുന്ന ഈ 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ പറഞ്ഞ വ്യക്തമാണെന്നുണ്ട്. സിംപ്ലി ആലോചിക്കാം. 10% വാങ്ങി 20% വാങ്ങിയിരുന്നെങ്കിൽ 2000 രൂപ ലാഭിക്കായിരുന്നു. അപ്പോൾ ആ 2 ഡിസ്കൗണ്ട് ശതമാനം തമ്മിലുള്ള വ്യത്യാസം എത്ര? 10% അല്ലേ? ശരിക്കും ഈ 10% ആ 2000 രൂപയ്ക്ക് ഈക്വൽ അല്ലേ? 10% എന്തിന് ഈക്വലാണ്? 2000 രൂപയ്ക്ക് ഈക്വലാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മാർഗ്ഗം പറയുന്നത്, തന്നിരിക്കുന്ന 2 ഡിസ്കൗണ്ടുകൾ നോക്കുക, ഡിഫറൻസ് നോക്കുക. അതെന്ന് പറഞ്ഞാൽ എത്ര രൂപ ലാഭിക്കായിരുന്നു? ആ തന്നിരിക്കുന്ന വിലയ്ക്ക് ഈക്വലാണ്. 10% എന്തിന് ഈക്വലാണ്? 2000 രൂപയ്ക്ക് ഈക്വലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ അരുൺ TV വാങ്ങിയ വില എന്തെന്നാണ് ചോദിച്ചത്. അരുൺ TV വാങ്ങിയ വില എന്തായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പുള്ളി ശരിക്കും TV വാങ്ങിയ വില 10% ഡിസ്കൗണ്ടിനാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ആദ്യം ടിവിയുടെ വില ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എങ്ങനെ? 10% കിട്ടിയെത്ര? 2000 രൂപ. ശരിക്കും ആ ടിവിയുടെ ശരിക്കുള്ള വില എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ടിവിയുടെ അല്ലെങ്കിൽ ഏതൊരു സാധനത്തിൻ്റെയും ശരിക്കുള്ള വില എപ്പോഴും അതിൻ്റെ 100% അല്ലേ? പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം ടിവിയുടെ ശരിക്കുള്ള വില, യഥാർത്ഥ വില എത്രയെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് 10% 2000 കിട്ടി. ശരിക്കും ആ ടിവിയുടെ വില ഏതൊരു സാധനത്തിനും മൊത്തം വില എന്ന് വെച്ചാൽ അതിൻ്റെ 100% അല്ലേ? ആണല്ലോ. അപ്പം 100% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? എടാ 10% 2000 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 10% 2000 ആണെങ്കിൽ 100% എത്രയായിരിക്കും? നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ കണ്ടുപിടിക്കും. എങ്ങനെ? 100 × 2000/10 ആണല്ലോ. ഒരു 0 വെട്ടിപ്പോയി. എത്രയെന്ന് കിട്ടും? 20000. എത്രയെന്ന് കിട്ടി? 20000. എത്രയെന്ന് കിട്ടി? 20000. 10% 2000 ആണെങ്കിൽ 100% എത്ര? 20000. ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർസെൻറ്റേജ് ചാപ്റ്റർ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. 10% 2000 ആണെങ്കിൽ 100% എത്ര? 20000. അപ്പോൾ 20000 ഇന്ന് കിട്ടി, നമുക്ക് കിട്ടി. ടിവിയുടെ ശരിക്കുള്ള വില കിട്ടി 20000. അപ്പോൾ നമ്മൾ നേരെ ഓപ്ഷനിലോട്ട് പോകും. ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ ഏതാ കിടക്കുന്നു? 20000 ടിക്ക് ചെയ്ത് വെക്കും. തെറ്റാണ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ അതല്ല. ടിവിയുടെ യഥാർത്ഥ വില എന്താ? നല്ല ക്വസ്റ്റ്യൻ. അതായിരുന്നെങ്കിൽ ഉത്തരം ഇതാണ്, 20000. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എങ്കിൽ അരുൺ TV വാങ്ങിയ വില എന്തെന്നാണ് ക്വസ്റ്റ്യൻ. TV എത്ര രൂപയ്ക്ക് പുള്ളി മേടിച്ചു? അതാണ്. ശരിക്കുള്ള വില 20000 ആയിരുന്നു. പക്ഷേ പുള്ളി മേടിച്ചത് ഒരു ഡിസ്കൗണ്ടിനാണ്. എത്ര ശതമാനം ഡിസ്കൗണ്ടിനാണ് പുള്ളി മേടിച്ചത്? 10% ഡിസ്കൗണ്ടിനാണോ 20% ഡിസ്കൗണ്ടിനാണോ മേടിച്ചത്? 10% ഡിസ്കൗണ്ടിനാണ് പുള്ളി മേടിച്ചത്. 20 വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുള്ളി മേടിച്ചത് 10% ഡിസ്കൗണ്ടിനാണ്. ഡിസ്കൗണ്ട് തന്നത് ആ 20000-നാണ് ഡിസ്കൗണ്ട് തന്നത്. അപ്പോൾ 20000-ന്റെ 10% കണ്ടുപിടിക്കണ്ടേ? പറയുന്നത് വ്യക്തമാകുന്നുണ്ട്. ഈ കിട്ടിയ 20000 ടിവിയുടെ യഥാർത്ഥ വിലയാണ്. നമുക്ക് യഥാർത്ഥ വിലയല്ല കണ്ടുപിടിക്കേണ്ടത്, വാങ്ങിയ വില എന്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര ശതമാനം ഡിസ്കൗണ്ടിനാണ് പുള്ളി മേടിച്ചത്? 10% ഡിസ്കൗണ്ടിനാണ് പുള്ളി മേടിച്ചത്. അപ്പോൾ 20000-ന്റെ 10% കണ്ടുപിടിക്കാമല്ലോ. 20000-ന്റെ 10%. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഏതൊരു സാധനത്തിൻ്റെയും 10% കണ്ടുപിടിക്കാൻ ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാൽ മതി. 20000-ന് ഒരു പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ എത്ര? 2000. 20000 അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുക. 20000 × 10/100. 2 0 പോയി 2000. അതിന് വളരെ ഈസി മെത്തേഡ്. എങ്ങനെ? 20000-ന് ഒരു പോയിന്റ് മാറി കുത്തുമ്പോൾ എത്ര? 2000. അപ്പോൾ 2000 കിട്ടി. അപ്പോൾ ഈ 20000-ന് എത്ര രൂപ കുറച്ച് കിട്ടും? 2000 രൂപ കുറച്ച് കിട്ടും. അപ്പോൾ 20000-ന് 2000 രൂപ കുറയുമ്പോൾ എത്ര? 20000-ന് 2000 രൂപ കുറയുമ്പോൾ എത്ര? 18000 രൂപ. 20000-ന് 2000 രൂപ കുറയുമ്പോൾ എത്ര? 18000. എത്ര? 18000. ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഇതാ കിടക്കുന്ന ഓപ്ഷൻ സി 18000. അതാണ് ഉത്തരം. നമുക്ക് നോക്കാവേ. അതെ, ഓപ്ഷൻ സി 18000 രൂപ. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എഴുതുമ്പോൾ സ്റ്റെപ്പൊന്നും എഴുതരുത്. ഒരിക്കലും സ്റ്റെപ്പ് എഴുതി പഠിക്കുകയും ചെയ്യരുത്. പറയുന്ന കാര്യം ആലോചിച്ച് പറഞ്ഞ് പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ എഴുതുന്നത്. നിങ്ങൾ പറയുന്ന കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരേ കാര്യം പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. എഴുതി ചെയ്യരുത്. കാരണം നമുക്ക് പഠിക്കുന്ന സമയത്ത് സ്റ്റെപ്പിനൊക്കെ മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇതിന് സ്റ്റെപ്പിനൊന്നും മാർക്ക് കിട്ടില്ല. നമുക്കിത് പറഞ്ഞ് പഠിക്കാൻ തന്നെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് ഓക്കെ. പറഞ്ഞ 2 കണ്ടീഷൻ കൂടിയാണ്. 10%-കുറിച്ചും 20%-കുറിച്ചും. ഒരു സാധനം 10% ഡിസ്കൗണ്ടിന് വാങ്ങി, അത് 20% വാങ്ങിച്ചിരുന്നുവെങ്കിൽ ഇത്ര രൂപ ലാഭിക്കായിരുന്നു. അപ്പോൾ 10-ന്റെയും 20-ന്റെയും ഡിഫറൻസ് 10%ആണ്. ഈ 10%ആണ് ആ ലാഭിക്കാമായിരുന്ന ആ തുക. ആ 10% 2000 ആണ്. ഇവിടെ തന്നെങ്കിൽ 2000 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് TV ശരിക്കും വാങ്ങിയ വില എത്രയെന്നാണ്. അപ്പോൾ ടിവിയുടെ യഥാർത്ഥ വില എത്ര നമുക്ക് ആദ്യം കണ്ടുപിടിക്കാമല്ലോ. 10% 2000 ആണെങ്കിൽ ടിവിയുടെ യഥാർത്ഥ വില എപ്പോഴും 100%. ഏതൊരു സാധനത്തിനും മുഴുവൻ അതിലെ യഥാർത്ഥ വില എന്ന് വെച്ചാൽ 100% കണ്ടുപിടിച്ചാൽ മതിയല്ലോ. 10% 2000 ആണെങ്കിൽ 100% എത്ര? 20000. ആ 20000 ടിവിയുടെ യഥാർത്ഥ വിലയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട യഥാർത്ഥ വിലയല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് TV വാങ്ങിയ വിലയാണ്.
പുള്ളി ശരിക്കും എങ്ങനെയാണ് വാങ്ങിച്ചത്? 10% ഡിസ്കൗണ്ടിലോട് കൂടിയാണ് ആണല്ലോ. അപ്പോൾ 20,000-ന്റെ 10% കണ്ടുപിടിച്ചു. അത് എത്ര? 2,000. അപ്പോൾ 20,000-ൽ നിന്ന് 2,000 രൂപ കുറച്ച് എത്ര രൂപയ്ക്കാണ് പുള്ളി മേടിച്ചത്? 18,000 രൂപയ്ക്കാണ് പുള്ളി ശരിക്കും മേടിച്ചത്. വ്യക്തമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം. അടുത്ത ചോദ്യം വായിക്കാം. നേരത്തെ പോലത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. രവി ഒരു അലമാര 20% ഡിസ്കൗണ്ടിന് വാങ്ങി. ഫുൾ സ്റ്റോപ്പ്. അത് 30% ഡിസ്കൗണ്ടിന് വാങ്ങിയിരുന്നുവെങ്കിൽ 5,000 രൂപ ലാഭിക്കാമായിരുന്നു. എങ്കിൽ വാങ്ങിയ വില എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. രവി ഒരു അലമാര 20% ഡിസ്കൗണ്ടിന് വാങ്ങി. അത് 30% ഡിസ്കൗണ്ടിന് വാങ്ങിയിരുന്നെങ്കിൽ 5,000 രൂപ ലാഭിക്കാമായിരുന്നു. എങ്കിൽ വാങ്ങിയ വില എന്ത്? നേരത്തെ പോലെ തന്നെ 2 ഡിസ്കൗണ്ട് ശതമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ലാഭിക്കാമായിരുന്ന തുകയെക്കുറിച്ച് പറയുന്നുണ്ട്, വാങ്ങിയ വില നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ പോലെ തന്നെ നമുക്ക് നോക്കാം. പറഞ്ഞേക്കുന്ന 2 ഡിസ്കൗണ്ട് ശതമാനത്തെ കുറിച്ചിട്ടാണ്. 20, 30 ആണല്ലോ. 20%, 30%. 20% മേടിച്ചു, 30% മേടിച്ചിരുന്നെങ്കിൽ എത്ര രൂപ ലാഭിക്കാമായിരുന്നു? 5,000 രൂപ ലാഭിക്കാമായിരുന്നു ആണല്ലോ. 20%, 30% ഡിഫറൻസ് എത്ര? 10%. ഈ 10%ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 5,000 ആണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് വാങ്ങിയ വിലയാണ് വേണ്ടത്. വാങ്ങിയ വില അറിയണമെങ്കിൽ അതിൻ്റെ മൊത്ത വില, ടോട്ടൽ വില അല്ലെങ്കിൽ യഥാർത്ഥ വില എത്രയെന്ന് അറിയണം. 10% 5,000 ആണെങ്കിൽ മൊത്ത വില നമ്മൾ എങ്ങനെ നോക്കും? 100% കണ്ടുപിടിച്ചാൽ മതി. 10% 5,000 ആണെങ്കിൽ 100% എത്ര? 10% 5,000 ആണെങ്കിൽ 100% എത്ര? 50,000. ഒരു 0 കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ കണ്ടുപിടിക്കുക. 100 × 5,000/10 വേണ്ട. 10% 5,000 ആണെങ്കിൽ 100% എത്ര? 50,000. ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ പോരെ. 100-നെ 10-നെ 100 ആക്കാൻ 10 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ 5,000-നെ 5,000 100% നോക്കാൻ എത്തിയാൽ മതി. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ ഇത് പെർസെൻറ്റേജ് ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 100% കിട്ടി, അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ വില കിട്ടി എത്ര? 50,000. അപ്പോൾ ഓപ്ഷൻ നോക്കുന്നു 50,000 ദാടാക്കുന്ന ഓപ്ഷനെ 50,000. അത് നമ്മുടെ ഉത്തരമാണോ? അല്ല. നമുക്ക് വേണ്ടത് വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില പുള്ളി എങ്ങനെയാണ് വാങ്ങിയത്? എത്ര ശതമാനം ഡിസ്കൗണ്ടിനാണ് മേടിച്ചത്? 20% ഡിസ്കൗണ്ടിനാണ് പുള്ളി മേടിച്ചത്. അപ്പോൾ ഈ 50,000-ന്റെ 20% നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 50,000-ന് 20%. ഞാൻ പറഞ്ഞ ട്രിക്ക് ആലോചിച്ച് നോക്കി. 50,000-ന്റെ 10% നോക്കുന്നു. 50,000-ന്റെ 10% എത്ര? ഒരു പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ 5,000. അപ്പോൾ 20% എത്ര? 10,000. 20% എത്ര? 10,000. ഡൗട്ട് ഉള്ളവർ ചെയ്ത് നോക്കുക. 50,000 × 20/100. 2 0 പോയി. 500 × 20 എത്ര? 10,000. ഇതിലെ നമുക്ക് കിട്ടിയേ. ഇത് നമ്മൾ ഏത് ചെയ്യുന്ന മെത്തേഡ്, ഏത് ചെയ്തത് പറഞ്ഞ് പഠിച്ച് ചെയ്യാം. 50,000-ന്റെ 20% കണ്ടുപിടിക്കാൻ 10% കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടി 10,000 രൂപ. അപ്പോൾ 50,000 അതിൻ്റെ യഥാർത്ഥ വിലയും 10,000 രൂപ ഡിസ്കൗണ്ടുമാണ്. അപ്പോൾ 50,000-ൽ നിന്ന് 10,000 രൂപ കുറച്ച് എത്ര രൂപയ്ക്ക് കിട്ടി കാണണം? 40,000 രൂപയ്ക്ക് കിട്ടി കാണണം ആണല്ലോ. ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി 40,000. അതാണ് ശരിയാണോ എന്ന് നോക്കാം. അതെ, ഓപ്ഷൻ ബി 40,000. അപ്പോൾ പുള്ളി ശരിക്കും മേടിച്ചത് എത്ര രൂപയ്ക്കാണ്? 40,000 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ ഈ മോഡൽ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം വായിക്കാം. 4,000 രൂപയ്ക്ക് ഒരു വസ്തു വിറ്റപ്പോൾ 1,000 രൂപ നഷ്ടമായിരുന്നു. നഷ്ടശതമാനം എത്ര? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ ഒന്ന് ആലോചിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാവേ. 4,000 രൂപയ്ക്ക് ഒരു വസ്തു വിറ്റപ്പോൾ 1,000 രൂപ നഷ്ടമായിരുന്നു. നഷ്ടശതമാനം എത്ര? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. 4,000 രൂപയ്ക്ക് ഒരു വസ്തു വിറ്റു. അപ്പോൾ വിറ്റ വില തന്നിട്ടുണ്ടേ. വിറ്റ വില തന്നു 4,000. വിറ്റ വില തന്നേ 4,000. പിന്നെ തന്നേക്കുന്നത് വിറ്റപ്പോൾ 1,000 രൂപ നഷ്ടം. എത്ര രൂപ നഷ്ടം? 1,000 രൂപ നഷ്ടം. അപ്പം നഷ്ടവും കൂടി തന്നിട്ടുണ്ട്. നഷ്ടം എത്ര? 1,000 ആണല്ലോ. ഇനി ഒന്ന് ആലോചിക്കുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനമാണ്. അപ്പോൾ ആലോചിക്കുക, നഷ്ടശതമാനത്തിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ നഷ്ടശതമാനം എങ്ങനെ കണ്ടുപിടിക്കും? നഷ്ടം ബൈ വാങ്ങിയ വില × 100. അപ്പോൾ നമുക്ക് ആരെ വേണം? വാങ്ങിയ വില വേണം. ക്വസ്റ്റ്യൻ വാങ്ങിയ വിലയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ആരൊക്കെ തന്നിട്ടുള്ളൂ? വിറ്റ വിലയും തന്നിട്ടുണ്ട്, നഷ്ടവും തന്നിട്ടുണ്ട്. എങ്കിൽ നമ്മൾ എങ്ങനെ വാങ്ങിയ വില കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇക്വേഷനൊക്കെ നമ്മൾക്ക് അറിയാം. ഇക്വേഷൻ ഒന്നും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സാധനം 4,000 രൂപയ്ക്ക് വിറ്റു. 4,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. വിൽക്കുന്ന സമയത്ത് അയാൾക്ക് നഷ്ടം സംഭവിച്ചു. എത്ര രൂപ നഷ്ടം സംഭവിച്ചു? 1,000 രൂപ നഷ്ടം സംഭവിച്ചു ആണല്ലോ. അപ്പോൾ പുള്ളി എത്ര രൂപയ്ക്കായിരിക്കും മേടിച്ചത്? 5,000 രൂപയ്ക്കല്ലേ മേടിച്ചാണുള്ളൂ. അപ്പോൾ അതല്ലേ പുള്ളിയുടെ വാങ്ങിയ വില. ഞാൻ പറഞ്ഞ് വ്യക്തമാകുന്നുണ്ടേ. ഒരു വിറ്റ വില 4,000 രൂപ. എത്ര രൂപ നഷ്ടം സംഭവിച്ചു? 1,000 രൂപ നഷ്ടം സംഭവിച്ചു. നഷ്ടം എന്ന് പറഞ്ഞാൽ ആർക്കില്ല സംഭവിക്കുന്നത്? വാങ്ങിയ വിലയ്ക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. അപ്പം 5,000 രൂപയ്ക്ക് മേടിച്ചിട്ട് 4,000 രൂപയ്ക്ക് വിറ്റാലല്ലേ 1,000 രൂപ നഷ്ടം സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. എങ്ങനെ വാങ്ങിയ വില കണ്ടുപിടിക്കും? വിറ്റ വില പ്ലസ് നഷ്ടം ആണല്ലോ. നമ്മൾ തുടക്കത്തിൽ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചതാണ്. അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? വിറ്റ വില പ്ലസ് നഷ്ടം. എന്ത് കണ്ടുപിടിക്കാൻ? വാങ്ങിയ വില കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ സിമ്പിൾ ആലോചിക്കുക. 4,000 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുന്നു, 1,000 രൂപ നഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ പുള്ളി എത്ര രൂപയ്ക്കായിരിക്കും മേടിച്ച് കാണുക? 5,000 രൂപയ്ക്കല്ലേ മേടിച്ച് കാണുക. അങ്ങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാം ആയി. നമുക്കിനി കണ്ടുപിടിക്കുന്നത് എന്താ? നഷ്ടശതമാനമാണ്. വ്യക്തമാണ്. എങ്ങനെ നഷ്ടശതമാനം കണ്ടുപിടിക്കും? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. നഷ്ടം ബൈ വാങ്ങിയ വില × 100. നഷ്ടം എത്ര? നഷ്ടം തന്നിട്ടുണ്ട് 1,000 ബൈ വാങ്ങിയ വില എത്ര? 5,000 × 100 ആണല്ലോ. ആരൊക്കെ വെട്ടിപ്പോവും?
അവിടെ 3 വെട്ടി 100 5 20%. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി 20%. അതാണ് ഉത്തരവ് നോക്കാം. അതെ, ഓപ്ഷൻ ബി 20%. വ്യക്തമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചിലർ ഈ 4000 രൂപ കണ്ടിട്ട് 1000/4000 × 100 എന്ന് ചെയ്യും ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും? 100/4 എന്ന് കിട്ടും. 100/4 25% ആണ്. അതും ദാ കിടക്കുന്ന ഓപ്ഷനെ 25% ഉണ്ട്. അപ്പോൾ അത് തെറ്റ് വരരുത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞത്. പറയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നഷ്ടശതമാനമായാലും ലാഭശതമാനമായാലും കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ക്വസ്റ്റ്യനിൽ വിറ്റ വിലയും നഷ്ടവും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ വിറ്റ വിലയുടെ നഷ്ടം കൂട്ടുക, അല്ലെങ്കിൽ ജസ്റ്റ് 4 വെച്ചാൽ മതി. എത്ര രൂപ നഷ്ടം വരുന്നു അത് കൂട്ടിയാൽ പോരെ. വ്യക്തമാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 20%. വ്യക്തമാണ്. അടുത്ത ചോദ്യം വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ്: 9000 രൂപയ്ക്ക് ഒരു വസ്തു വിറ്റപ്പോൾ 1000 രൂപ ലാഭമായിരുന്നു. എന്നാൽ ലാഭശതമാനം എത്ര? നേരത്തെ നഷ്ടമായിരുന്നു, ഇവിടെ ലാഭമായിരുന്നു. ആ ഒരു കാര്യം മാത്രം. എങ്ങനെ? 9000 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം വിറ്റ വില. നിങ്ങൾ എഴുതുമ്പോൾ സ്റ്റെപ്പൊന്നും എഴുതരുത്, ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ചെയ്യുന്നത്. വിറ്റ വില എത്ര? 9000. ഒരു സാധനം വിൽക്കുന്നു. എത്ര? 9000 രൂപയ്ക്ക് വിൽക്കുന്നു. വിറ്റപ്പോൾ 1000 രൂപ ലാഭം തന്നിട്ടുണ്ട്. ലാഭം എത്ര? 1000 ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ലാഭശതമാനം. അപ്പോൾ ലാഭശതമാനത്തിൻ്റെ ഇക്വേഷൻ മനസ്സിൽ വരണം. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ക്വസ്റ്റ്യൻ ആരെ തന്നിട്ടില്ല? വാങ്ങിയ വില തന്നിട്ടില്ല. അപ്പോൾ ഇനി ആദ്യം ആരെ കണ്ടുപിടിക്കണം? വാങ്ങിയ വിലയെ കണ്ടുപിടിക്കണം. വാങ്ങിയ വിലയെ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ വാങ്ങിയ വില കണ്ടുപിടിക്കും? ഇക്വേഷൻ ഒന്നും വേണ്ട, ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു സാധനം 9000 രൂപയ്ക്ക് വിറ്റപ്പോൾ 1000 രൂപ ലാഭം. അപ്പോൾ പുള്ളി എത്ര രൂപയ്ക്കായിരിക്കും മേടിച്ചാണല്ലോ? ഇതിനെക്കാട്ടിയും കുറഞ്ഞ വിലക്കല്ലേ? എത്ര രൂപയ്ക്ക്? 8000 രൂപ അല്ലേ? ആലോചിച്ചോക്കെ. 8000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചിട്ട് 9000 രൂപയ്ക്ക് വിൽക്കുമ്പോഴല്ലേ 1000 രൂപ ലാഭം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇക്വേഷനായിട്ട് പറയാമെങ്കിൽ എങ്ങനെ പറയാം? വിറ്റ വില മൈനസ് ലാഭം ആണല്ലോ. വിറ്റ വില മൈനസ് ലാഭം. അപ്പം നേരത്തെ പറഞ്ഞത് പ്ലസ് നഷ്ടമാണെങ്കിൽ കൂട്ടുക, ലാഭമാണെങ്കിൽ കുറയ്ക്കുക. ഇക്വേഷൻ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. നഷ്ടമാണെങ്കിൽ കൂട്ടുക, ലാഭമാണെങ്കിൽ കുറയ്ക്കുക. എന്ത് കണ്ടുപിടിക്കാൻ? വാങ്ങിയ വില കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ ജസ്റ്റ് ആലോചിച്ചാൽ മതി. 1000 രൂപ ലാഭിക്കണമെങ്കിൽ 9000 രൂപയെക്കാട്ടിയും കുറഞ്ഞ വിലക്കല്ലേ വാങ്ങാൻ പറ്റത്തുള്ളൂ. 9000 രൂപയിൽ നിന്ന് 1000 രൂപ കുറച്ച് എത്ര? 8000 രൂപ. അപ്പോൾ പുള്ളി വാങ്ങിയ വില 8000 രൂപ. എല്ലാം ഇനി ആയല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ലാഭശതമാനം കണ്ടുപിടിക്കണം. എങ്ങനെ ലാഭശതമാനം കണ്ടുപിടിക്കും? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്ര? നമ്മുടെ ലാഭം 1000 ബൈ വാങ്ങിയ വില എത്ര? 8000 ഇൻറ്റു 100 ആണല്ലോ. 30 വെട്ടി ബാക്കി 100/8 എന്ന് കിട്ടി. അപ്പോൾ ചിലവരെന്ത് ചെയ്യും? 100/8 ഇങ്ങനെ കണ്ടുപിടിച്ച് അതിൻ്റെ ഫ്രാക്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കും ആണല്ലോ. 100/8 നമ്മളവിടെ പേഴ്സൻറ്റേജ് ചാപ്റ്റർ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഒരു 100/8 അല്ലെങ്കിൽ ഏതൊരു സംഖ്യ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എത്രയും ശതമാനം പെർസെൻറ്റേജിന് ഈക്വൽ ആണെന്ന് പഠിച്ചതാണ്. 8 എന്നൊരു സംഖ്യ കാണുവാണെങ്കിൽ എത്രയും ശതമാനം എന്ന് പഠിച്ചതാണ്. 8 ആണെങ്കിൽ എത്രയാ? 12/1/2% ആണെന്ന് അവിടെ പഠിച്ചതാണ്. അത് മാത്രമേ ഉള്ളൂ, 12/1/2%. ഡൗട്ട് ഉള്ളവർ ഡിവൈഡ് ചെയ്ത് നോക്കാം. 100 ഡിവൈഡ് ബൈ 8 എത്ര? 8 2 2 16 4 ഇങ്ങനെ കിട്ടും. 12/4/8 എന്ന് കിട്ടുന്നു ആണല്ലോ. ഇനി സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ കിട്ടും? 12/1/2%. ഇങ്ങനെ 1/2 4/8 എന്നല്ലേ? 4/8 പിന്നെ വെട്ടാമല്ലോ. 1/2%, 12/1/2%. അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചാപ്റ്റർ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഒരു സംഖ്യയുടെ 12/1/2% കണ്ടുപിടിക്കാൻ ആ സംഖ്യ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നേരെ തിരിച്ച് ഡിവൈഡ് ബൈ 8 ആണ്. അപ്പോൾ 12/1/2%. വ്യക്തമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ചെയ്ത ഓപ്ഷൻ ബി 12/1/2% എന്ന് കിട്ടി. അത് ശരിയാണോ നമുക്ക് നോക്കാമല്ലോ. ഓപ്ഷൻ ബി 12/1/2%. വ്യക്തമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ അവിടെ നഷ്ടം, ഇവിടെ ലാഭം. ആ ഒരു വ്യത്യാസം മാത്രം. വ്യക്തമാണ്. അപ്പോൾ പെർസെൻറ്റേജ് ചാപ്റ്റർ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് സിമ്പിൾ ആണെങ്കിൽ ചെയ്തു പോകാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കുറച്ച് സമയം കൂടി എടുക്കും. അത്രയേ ഉള്ളൂ. വ്യക്തമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: 25,000 രൂപയ്ക്ക് ഒരു വസ്തു വിറ്റപ്പോൾ 5,000 രൂപ നഷ്ടമായിരുന്നു. എന്നാൽ നഷ്ടശതമാനം എത്ര? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എഴുതാം, വേറൊന്നുമില്ല. 25,000 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുന്നു. അപ്പോൾ വിറ്റ വില തന്നിട്ടുണ്ട്. 25,000. അപ്പോൾ ഒരു സാധനം 25,000 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ത് സംഭവിച്ചു? നഷ്ടം സംഭവിച്ചു. എത്ര രൂപ നഷ്ടം? 5,000 രൂപ നഷ്ടം ആണല്ലോ. ആലോചിച്ചോക്കെ. 25,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 5,000 രൂപ നഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിയ വില എത്രയായിരിക്കണം? ഒന്ന് മനസ്സിൽ ആലോചിച്ചോക്കെ. വാങ്ങിയ വില ഇക്വേഷൻ ഒന്നും വേണ്ട. വാങ്ങിയ വില എത്രയായിരിക്കണം? 30,000 രൂപ. വാങ്ങിയ വില എത്രയായിരിക്കണം? 30,000 രൂപ അല്ലേ? 30,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 25,000 രൂപയ്ക്ക് വിറ്റാലല്ലേ 5,000 നഷ്ടം സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചാണ്. എങ്ങനെ? നഷ്ടമാണെങ്കിൽ കൂട്ടണോ കുറയ്ക്കണോ? കൂട്ടണം. ആരെ കൂട്ടണം? വിറ്റ വില പ്ലസ് നഷ്ടം എത്ര? 30,000. 25,000 പ്ലസ് 5,000 എത്ര? 30,000.
വ്യക്തമാണ്. അപ്പോൾ എല്ലായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നഷ്ടശതമാനമാണ്. എങ്ങനെ നഷ്ടശതമാനം കണ്ടുപിടിക്കും? നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം എത്ര? 5000 ബൈ വാങ്ങിയ വില 30000 ഇൻറ്റു 100. ഇതാ 3 വെട്ടി 5/30 6. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 100/6 എന്ന് കിട്ടുന്നു. ആണല്ലോ. ഇതിനെ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ അറിയാം. 100/6. ഇതും വേണ്ട, ഇത് നമ്മൾ പേഴ്സണലി പഠിച്ചതാണ്. ഏതൊരു സംഖ്യ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതും എത്ര പെർസെൻറ്റേജിന് ഈക്വലാണ് നമ്മളിവിടെ പഠിച്ചതാണ്. എത്രയാണ്? 100/6. എന്തിന് ഈക്വലാണ്? 69 2/3% ഈക്വലാണ്. 69 2/3% ഈക്വലാണ്. ഡൗട്ട് ഉള്ളവർക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ? 1 6 4 6 36 4. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു? 69 4/6 എന്ന് കിട്ടുന്നു. ഇതിനെ പിന്നെ നമുക്ക് കുറയ്ക്കാം, പിന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 69 2/3%. 4/6 പിന്നെയും കുറച്ച് 2/3% എന്ന് കിട്ടുന്നു. അതിൽ നമുക്ക് കിട്ടിയ 69 2/3% എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയുടെയും 69 2/3% കണ്ടുപിടിക്കാൻ ആ സംഖ്യ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് നമുക്ക് കിട്ടിയത് 69 2/3%. അതാണ് പറഞ്ഞത്. പേഴ്സൻറ്റേജ് ചാപ്റ്റർ വളരെ വ്യക്തമായിട്ട് അറിയുന്നവർക്ക് ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. ഇത്ര 69 2/3%. വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ഉത്തരം കിട്ടിയ ഓപ്ഷൻ സി 69 2/3%. അതാണോ ആൻസർ? നമുക്ക് നോക്കാമല്ലോ. അതെ, ഓപ്ഷൻ സി 69 2/3%. വ്യക്തമാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നു കഴിഞ്ഞാൽ വാങ്ങിയ വില എങ്ങനെ കണ്ടെത്തും അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡലൂടെ ഉൾപ്പെടുത്തിയത്. വ്യക്തമാണ്. അടുത്ത ചോദ്യം വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ടി വി 20% നഷ്ടത്തോടെ 10000 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ടി വിയുടെ വാങ്ങിയ വില എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഒരു ടി വി 20% നഷ്ടത്തോടെ 10000 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ടി വിയുടെ വാങ്ങിയ വില എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനും കുറേ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ വേണ്ട, നമുക്കൊന്നും വേണം. നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു ടി വി ഉണ്ട്. ടി വിയുടെ യഥാർത്ഥ വില എന്ന് വെച്ചാൽ 100% ആയിരിക്കുമല്ലോ. ഒരു ടി വിയുടെ യഥാർത്ഥ വില എത്ര ആയിരിക്കണം? 100% ആണ്. യഥാർത്ഥ വില 100%. എപ്പോഴും യഥാർത്ഥ വില ഒരു ടോട്ടൽ വില എത്ര ആയിരിക്കണം? എത്ര? 100%. അപ്പോൾ ടി വിയുടെ ടോട്ടൽ വില 100%ആണ്. അപ്പോൾ ആ 100%ത്തിൽ നിന്ന് വിറ്റപ്പോൾ 20% നഷ്ടം സംഭവിച്ചു. എത്ര ശതമാനം നഷ്ടം സംഭവിച്ചു? 20% നഷ്ടം സംഭവിച്ചു. നഷ്ടം എന്ന് വെച്ചാൽ കുറയല്ലേ. 100%ത്തിൽ നിന്ന് 20% കുറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്ര ശതമാനമായി? 80%. ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ആലോചിക്കാം. ഒരു ടി വി ഉണ്ട്, അതിൻ്റെ യഥാർത്ഥ വില 100%. ആ 100%ത്തിൽ നിന്ന് ആ ടി വി വിറ്റപ്പോൾ 20% നഷ്ടം സംഭവിച്ചു. നഷ്ടം എന്ന് വെച്ചാൽ കുറയുന്നു. 100ൽ നിന്ന് 20 കുറഞ്ഞ് എത്ര ശതമാനമായി? 80%. അപ്പോൾ ശരിക്കും 100% വിലയുള്ള ഒരു ടി വി 80%-നാണ് വിറ്റത്. 80% വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റു? 10000 രൂപയ്ക്ക് വിറ്റു. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ട്. ഒരു ടി വി 20% നഷ്ടത്തോടെ 10000 രൂപയ്ക്ക് വിറ്റു. നമ്മളൊന്ന് മാറ്റി. എങ്ങനെ? ശരിക്കും ടി വി വിറ്റത് 80%-നാണ്. അത്രയേ ഉള്ളൂ പറഞ്ഞ കാര്യം. 20% നഷ്ടം സംഭവിക്കണമെങ്കിൽ ടി വി എത്ര രൂപയ്ക്ക് വിറ്റ് കാണണം? 80%-നാണ് വിറ്റ് കാണണം. ആണല്ലോ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാം. ടി വിയുടെ വാങ്ങിയ വില എന്താണ് ക്വസ്റ്റ്യൻ? ടി വിയുടെ യഥാർത്ഥ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വാങ്ങിയ വില എത്ര? അപ്പോൾ എത്ര എങ്ങനെ കണ്ടുപിടിക്കും? 80% 10000 ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വാങ്ങിയ വില എത്ര എന്നല്ലേ. വാങ്ങിയ വില വെച്ചാൽ പുള്ളി ശരിക്കും അതിനും വേണ്ടി മുടക്കിയ തുക. യഥാർത്ഥ വില എത്ര? 100% എത്രയെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 80% 10000 ആണെങ്കിൽ 100% എത്ര? എങ്ങനെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 ഇതിനങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 ഇൻറ്റു 10000 ഡിവൈഡഡ് ബൈ ഈ 80 താഴെ വരും. ആണല്ലോ. ഇത് സോൾവ് ചെയ്താൽ പോരെ. എങ്ങനെ? വിട്ട് 0 വെട്ടി 10 8 5 4. അതായത് പിന്നെയും പോവും. 10000-ൽ 2500. നമുക്ക് കിട്ടുന്നത് 2500 ഇൻറ്റു 4 എന്ന് കിട്ടുന്നു. 2500 ഇൻറ്റു 4 എത്ര? 12500. 12500 സോറി 2500 ഇൻറ്റു 5. 2500 ഇൻറ്റു 5 എന്ന് കിട്ടും. 2500 ഇൻറ്റു 5 എത്ര? 12500. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 12500 ഇതാ കിടക്കുന്ന ഓപ്ഷൻ എ 12500. അതാണോ ഉത്തരം നോക്കുക. അതെ, ഓപ്ഷൻ എ 12500. വ്യക്തമാണ്. ബാക്കി ജസ്റ്റ് മാത്സ് മാത്രമേ ഉള്ളൂ. പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 20% നഷ്ടത്തിന് വിറ്റു. അപ്പോൾ നമ്മളൊന്ന് മാറ്റി. എങ്ങനെ? ആ സാധനം ശരിക്കും വിറ്റത് 80%-നാണ്. അതെങ്ങനെ കിട്ടിയത്? ശരിക്കും വില 100%. 20% നഷ്ടത്തോടെ വിൽക്കുന്നു. അപ്പോൾ 20 കുറഞ്ഞു. അപ്പോൾ 80%-നാണ് വിറ്റത്. കണ്ടുപിടിക്കുന്നത് അല്ല യഥാർത്ഥ വില അല്ലെങ്കിൽ വാങ്ങിയ വിലയാണ്. യഥാർത്ഥ വില എപ്പോഴും 100%ആണ്. അപ്പോൾ 80% 10000 ആണെങ്കിൽ 100% ഇങ്ങനെ കണ്ടുപിടിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 100 ഇൻറ്റു 10000/80. 0 വെട്ടുന്നു. 100/8 5/4 ആകുന്നു. 100/4 എത്ര? 25000 കിട്ടുന്നു. സോറി 2500 എന്ന് കിട്ടുന്നു. 2500 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 12500 എന്ന് കിട്ടുന്നു. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഉത്തരം. 12500. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ്:
ഒരു പുസ്തകം 96 രൂപയ്ക്ക് വിറ്റപ്പോൾ കച്ചവടക്കാരന് 20% ലാഭമുണ്ടായി. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. 20% ലാഭമുണ്ടായി. ഇത് 50% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും? ഇത് നമുക്ക് 2 സ്റ്റെപ്പിലും ചെയ്യാം, ഒറ്റ സ്റ്റെപ്പിലും ചെയ്യാം. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണമെങ്കിൽ പഠിക്കാം. കൂടുതൽ സ്റ്റെപ്പ് നമുക്ക് വേണ്ട, ഒഴിവാക്കാം. ഇങ്ങനെയാണ്, ഒരു പുസ്തകം 96 രൂപയ്ക്ക് വിറ്റപ്പോൾ കച്ചവടക്കാരന് 20% ലാഭമുണ്ടായി. അപ്പോൾ അവിടെ വാക്ക് ശ്രദ്ധിക്കുക, ലാഭമാണ് ഉണ്ടായത്. അപ്പോൾ ലാഭം എന്ന് വെച്ചാൽ കൂടുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ യഥാർത്ഥ വില എപ്പോഴും 100%. അപ്പോൾ 100% വിലയുള്ളൊരു സാധനം വിറ്റപ്പോൾ എത്ര ശതമാനം ലാഭം ഉണ്ടായി? 20% ലാഭം ഉണ്ടായി. എന്ന് വെച്ചാൽ 100ൻ്റെ കൂടെ എത്ര കൂടെ കിട്ടി? ഒരു 20% കൂടി കിട്ടി. അപ്പോൾ ടോട്ടൽ എത്ര ശതമാനമായി? 120%. എത്ര ശതമാനമായി? 120%. നേരത്തെ നഷ്ടം സംഭവിച്ചുകൊണ്ട് കുറച്ചു, ഇവിടെ ലാഭം സംഭവിക്കുന്നതുകൊണ്ട് കൂട്ടുന്നു. ആ ഒരു വ്യത്യാസം മാത്രം. 100%-ൂടെ ഒരു 20% കൂടി കിട്ടുന്നു. അപ്പോൾ 120%-ത്തിനാണ് ശരിക്കും ആ സാധനം വിറ്റത്. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 96 രൂപയ്ക്ക് വിറ്റു ആണല്ലോ. അപ്പം 120%-മാണ് ശരിക്കും ആ 96. അപ്പോൾ തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യൻ യഥാർത്ഥ വില കണ്ടെത്തുന്നതാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇത് 50% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും? അതെന്നാണ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയത് ഈ കാര്യമുണ്ട്. അത് നമുക്ക് നോക്കേണ്ട കാര്യം, 50%-ന് അത് 50% ലാഭം കിട്ടണമെങ്കിൽ, ഓക്കെ, 100%-ആണ് യഥാർത്ഥ വില. 50% ലാഭം കിട്ടണമെങ്കിൽ എത്ര ശതമാനത്തിന് വിൽക്കണം? 150%-ന് വിൽക്കണം. 100%-ആണ് യഥാർത്ഥ വില. 50% ലാഭം കിട്ടണമെങ്കിൽ എത്ര ശതമാനത്തിന് വിൽക്കണം? 150%. അപ്പോൾ ഈ 150% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? നമ്മൾ പറഞ്ഞ ഇത്രയും ക്വസ്റ്റൻ ഒന്ന് ചെറുതാക്കി മാറ്റി. എങ്ങനെ? 120% 96, 50% ലാഭം കിട്ടണം. അപ്പോൾ 150% കണ്ടുപിടിക്കാം. 120% 96, 150% എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 150 × 96 ഡിവൈഡഡ് ബൈ 120 ആണല്ലോ. ഇനി വെട്ടിക്കളയാം. 0 0 വെട്ടി. 3 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഇത് 4 പ്രാവശ്യം. ഇനി അടുത്ത് പോകുമല്ലോ. 4 2 4 8 4 16. അപ്പോൾ 24 × 5 എത്ര? 24 × 5 24 × 5 20 12 120. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 120 ഓപ്ഷൻ ഉണ്ട്. ഇതാക്കുന്ന ഓപ്ഷൻ ബി 120. അതാണോ ആൻസർ? നമുക്ക് നോക്കാമല്ലോ. 120 ആണോ എന്ന്. അതെ, ഓപ്ഷൻ ബി 120 ആണ്. വ്യക്തമാണ്. അപ്പോൾ ഞാനിത് ഒറ്റ സ്റ്റെപ്പ് ചെയ്തതാണ്. ഇത് നമുക്ക് 2 സ്റ്റെപ്പ് ചെയ്യാം. എങ്ങനെ? 120% 96 ആണെങ്കിൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? എൻ്റെ യഥാർത്ഥ വില കണ്ടുപിടിക്കും. 100% എത്രയും നോക്കും. എന്നിട്ട് 100% കിട്ടിയെങ്കിൽ 50% ലാഭം കിട്ടുക. 100 കിട്ടിയെങ്കിൽ 150% പിന്നെ നോക്കാം. അപ്പോൾ 2 സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ വന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ മാത്രം ആലോചിച്ചാൽ മതി. 120% 96 ആണെങ്കിൽ 50% ലാഭം കിട്ടാം. 150% കണ്ടുപിടിച്ചാൽ മതി. തീർന്നു. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ചെയ്താൽ 120. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മോഡൽ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കോൺസെപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ വേറെ ഇക്വേഷൻ ഒന്നും പഠിക്കാതെ ഇങ്ങനെ തന്നെ പഠിക്കണം. വ്യക്തമാണ്. നമ്മൾ പെർസെൻറ്റേജ് ചാപ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ചാപ്റ്റർ. അത്രയേ ഉള്ളൂ വ്യത്യാസം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം വായിക്കാം. നേരത്തെ പറഞ്ഞ അതേ മോഡലുള്ള അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു കച്ചവടക്കാരൻ ഒരു പേന 210 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി. ഇതിന് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഒരു കച്ചവടക്കാരൻ ഒരു പേന 210 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി. ഈ വാക്കാണ് നമുക്ക് വേണ്ടത്. 30% നഷ്ടമുണ്ടായി. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 30% നഷ്ടം ഉണ്ടായെങ്കിൽ പുള്ളി എത്ര ശതമാനത്തിനായിരിക്കും വിറ്റിരിക്കുക? 100% യഥാർത്ഥ വില. എത്ര ശതമാനം നഷ്ടമുണ്ടായി? 30% നഷ്ടമുണ്ടാക്കി. അപ്പോൾ പുള്ളി എത്ര ശതമാനത്തിനായിരിക്കും വിറ്റുക? 70%-നായിരിക്കും പുള്ളി വിറ്റ് കാണുക. ഇങ്ങനെ വേണം ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാക്കിയെടുക്കേണ്ടത്. 70% പുള്ളി വിറ്റു. ആ വിറ്റ വില തന്നിട്ടുണ്ട്. എത്ര? 210 ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന് 20% ലാഭം കിട്ടണമെങ്കിൽ 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരണം? അപ്പോൾ 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര ശതമാനത്തിന് വിൽക്കണം? ടോട്ടൽ 100%. 20% ലാഭം എന്ന് വെച്ചാൽ കൂട്ടണം. 100 + 20%, 120%. അപ്പം 120% എത്രയെന്ന് കണ്ടുപിടിക്കണം ആണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 120 × 210/7 ആണല്ലോ. ഇതൊരു 0 0 വെട്ടി. 7 3 21, 3 × 12 36, ഒരു 0 കൂടി ഇട്ടു. 360. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 360. ഇതാണ് ഓപ്ഷൻ സി 360. അതാണ് ആൻസർ. നമുക്ക് നോക്കാം. അതെ, ഓപ്ഷൻ സി 360. വ്യക്തമാണ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ ചെയ്യാം. 100% കണ്ടുപിടിച്ച് യഥാർത്ഥവരെ കണ്ടുപിടിച്ചിട്ട് അടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി, കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ മാത്രം മതി. 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് 120% കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് കുറഞ്ഞ് കിട്ടണം. നമുക്ക് ഏറ്റവും കുറഞ്ഞ് എളുപ്പത്തിൽ കിട്ടണം. അത്രയുള്ളൂ നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി കിട്ടി. ഓപ്ഷൻ സി 360. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റമുണ്ട്. ഒന്ന് ആലോചിക്കാം. ക്വസ്റ്റ്യൻ വായിക്കാവേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ഷർട്ടിന്
10% നഷ്ടത്തിന് വിറ്റു. ഒരു ഷർട്ട് 10% നഷ്ടത്തിന് വിറ്റു. ഇത് 25% ലാഭത്തിനാണ് വിറ്റിരുന്നുവെങ്കിൽ കച്ചവടക്കാരന് 70 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു. ഷർട്ടിന്റെ യഥാർത്ഥ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ഒന്ന് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഷർട്ടിന് 10% നഷ്ടത്തിന് വിറ്റു. ഇത് 25% ലാഭത്തിനാണ് വിറ്റിരുന്നെങ്കിൽ കച്ചവടക്കാരന് 70 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു. ഷർട്ടിന്റെ യഥാർത്ഥ വില എത്ര? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നഷ്ടവും തന്നിട്ടുണ്ട്, ലാഭവും തന്നിട്ടുണ്ട്. ആണല്ലോ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെ ഒരു വ്യത്യാസം ഇല്ലായിരുന്നു. ഇവിടെ നഷ്ടവും തന്നിട്ടുണ്ട്, ലാഭവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 10% നഷ്ടവും തന്നിട്ടുണ്ട്, 25% ലാഭം തന്നിട്ടുണ്ട്. 10 + 25 എത്ര നോക്കാം? 35%. അപ്പോൾ ഈ 35% തന്നിരിക്കുന്ന 70 രൂപ. ഞാൻ പറഞ്ഞ് വ്യക്തമാകുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റമുണ്ട്. എങ്ങനെ ഒരു ഷർട്ടിന് 10% നഷ്ടത്തിനാണ് വിറ്റത്, അത് 25% ലാഭത്തിനാണ് വിറ്റിരുന്നെങ്കിൽ കച്ചവടക്കാരന് 70 രൂപ കൂടുതൽ കിട്ടുന്നു. 10% കുറയുന്നു, 25% കൂടുന്നു. അപ്പോൾ 10ന്റെയും 25ന്റെയും ഇടയ്ക്ക് ടോട്ടൽ എത്രയുണ്ടോ? 35% ഉണ്ട്. ഈ 35% നമുക്ക് കൂടുതൽ കിട്ടുന്ന 70 രൂപ. അങ്ങനെയാണ് ആലോചിച്ചെടുക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പം 100ൽ നിന്ന് ഇങ്ങോട്ട് കുറയുന്നു. എത്ര? 10% കുറഞ്ഞു. അതുപോലെ 100ൽ നിന്ന് എത്ര കൂടുന്നു? 25% കൂടുന്നു. അപ്പം ഇത്രേൻ്റെ ഇടയ്ക്ക് എത്ര ശതമാനം കൊണ്ട്? 35% എന്നൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ഇവിടുത്തെ കോൺസെപ്റ്റ്. 100ൽ നിന്ന് 10% കുറഞ്ഞു, അതുപോലെ 25% കൂടുന്നു. രണ്ടിൻ്റെ ഇടയ്ക്ക് എത്രയുണ്ട്? 35% ഉണ്ട്. ഈ 35% ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ 70 രൂപ. വ്യക്തമാണ്. അപ്പോൾ 35% 70 രൂപ ആണെങ്കിൽ ഷർട്ടിൻ്റെ യഥാർത്ഥ വിലയാണ് ക്വസ്റ്റ്യൻ അല്ലേ? യഥാർത്ഥ വില എത്ര ശതമാനമാണ്? 100%. 35% 70 ആണെങ്കിൽ 100% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ഇങ്ങനെ കണ്ടുപിടിക്കും. 100 × 70/35. എത്ര? 2 200. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 200 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ എ 200. അതാണ് ശരി ആൻസർ നോക്കാം. അതെ, ഓപ്ഷൻ എ 200. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേറെ ഗുണം കൂടി ഉണ്ട്. ഈ ഇക്വേഷനോ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ 4 ഓപ്ഷൻ ഉണ്ട്. ഓരോ ഓപ്ഷനിലും 10% നഷ്ടവും 25% ലാഭം നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് 70 രൂപയാണോ എന്ന് നോക്കിയാലും മതി. ഈ ഓപ്ഷൻ ഇട്ട് തിരിച്ച് നോക്കിയാൽ മതി. ഉത്തരം കറക്റ്റ് ആണെങ്കിൽ അതാണ് ആൻസർ. ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം എടുക്കില്ല. ഓക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഓക്കെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ നഷ്ടവും ലാഭവും തരുവാണെങ്കിൽ കൂട്ടുന്നു. എന്തുകൊണ്ട് കൂട്ടുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 35% ശരിക്കും 70. അപ്പോൾ യഥാർത്ഥ വില കണ്ടുപിടിക്കണം. യഥാർത്ഥ വില എപ്പോഴും 100%. അത് കണ്ടെത്തിയപ്പോൾ ആൻസർ ഓപ്ഷൻ എ 200 എന്ന് കിട്ടി. വ്യക്തമാണ്. അപ്പോൾ ഈ മോഡലെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.